യോശുവ മഹാപുരോഹിതനോട് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന ഭാഗങ്ങളായിരുന്നിത്. സഖരിയ പ്രവചനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം വായിച്ചത്. അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മിപ്പിച്ചു, യഹോവയുടെ ദൂതൻ എന്നിവിടെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു വെളിപ്പാടാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ ലഭിച്ച വെളിപ്പാടുകളിൽ ഒന്നാണ്. യഹോവയുടെ ദൂതൻ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന മിക്ക ഭാഗങ്ങളും യേശുവിനെ കുറിക്കുന്ന പ്രസ്താവനയാണ്. അതിനെ തിയോഫനി എന്ന് വിളിച്ചിരുന്നു, ദൈവികമായ ഒരു വെളിപ്പാട്. ഇവിടെ സാത്താനെക്കുറിച്ച് പറയുന്നത് ഒന്ന്, അവൻ ദൈവത്തിന് എതിരാളിയാണ്. അതിൻ്റെ പ്രധാന അർത്ഥത്തിൽ സാത്താൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എതിരാളിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം നടത്തുന്നതിന് നമ്മെ തടസ്സപ്പെടുത്തുന്നത് മുതൽ വലിയ പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുന്നത് വരെ സാത്താൻ്റെ പണിയാണ്. ഏറ്റവും ഒടുവിൽ അവൻ എതിർ ക്രിസ്തുവായി പ്രവർത്തിക്കും, അഥവാ എതിർ ക്രിസ്തുവിനെ കൊണ്ട് അവൻ ദൈവസഭയെ നശിപ്പിക്കുവാൻ അങ്ങേയറ്റം ശ്രമിക്കും. കുലപാതകനെന്നും പരീക്ഷകനെന്നും അപവാദിയെന്നും വെളിച്ചദൂതൻ്റെ വേഷം കെട്ടുന്ന വൻ ആക്ടർ അല്ലെ കപടമായ പ്രവർത്തകൻ എന്നും ഇവനെ വിളിക്കും. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ വന്നുപോയത് വീണുപോയ ഒരവസ്ഥയിൽ യോശുവ മഹാപുരോഹിതൻ വരികയായിരുന്നു. മഹാപുരോഹിതൻ എന്നതുകൊണ്ട് ജനത്തിൻ്റെ പ്രതിനിധി എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആ അപ്പോയിൻമെൻറ്റിൻ്റെ അർത്ഥം. ഒരു ജനതയെ മുഴുവനും ദൈവസന്നിധിയിൽ വഹിക്കേണ്ടതിനു വേണ്ടിയാണ് ദൈവം മഹാപുരോഹിതനെ അതാത് കാലഘട്ടങ്ങളിലാക്കുന്നത്. മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിൽ 12 ഗോത്രങ്ങളുടെയും പേരുകൾ പ്രത്യേകം എഴുതി ഇസ്രയേലിനെ മുഴുവനും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇസ്രയേലിൻ്റെ പ്രതിനിധിയാണ്. യോശുവ മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു എന്ന് പറയുന്നത് ഇസ്രയേൽ മൊത്തമായി പാപത്തിലകപ്പെട്ടു എന്ന ആശയത്തിലാണ്. അഥവാ ഇസ്രയേൽ മൊത്തമായി അധപ്പതനത്തിൽ പോയി, വസ്ത്രമില്ലെന്നല്ല, എന്നാൽ അവർ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും ഒരുമിച്ച് ചേർത്താൽ അവ കറപുരണ്ട തുണി പോലെയാണ് എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നതായി കാണാം. അവരുടെ നീതിപ്രവൃത്തികളെല്ലാം ചേർത്താലും മുഷിഞ്ഞുപോയ വസ്ത്രമാണ്. അത് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യമല്ല. ദൈവസന്നിധിയിൽ വന്ന് നിൽക്കേണ്ടതിന് അതിൻ്റേതായ വസ്ത്രധാരണവും മാന്യതയുമുണ്ട്. ആ ലെവലിൽ നിന്ന് ഇസ്രായേൽ താണുപോയി. ആ സാഹചര്യത്തെയാണ് ഇത് കാണിക്കുന്നത്. സഖരിയ പ്രവചനം 3-2-3 വാക്യങ്ങളിൽ ഈ സാത്താൻ കുറ്റം ചുമത്തുവാൻ വേണ്ടി അരികെ വന്ന് നിൽക്കുകയും യഹോവയുടെ ദൂതൻ യേശുവിൻ്റെ അടുക്കൽ, യോശുവ മഹാപുരോഹിതൻ യേശുവിൻ്റെ അരികത്ത് അല്ലെങ്കിൽ യഹോവയുടെ ദൂതൻ്റെ അരികത്ത് വന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് കണ്ടത്. അവിടെ ഇദ്ദേഹത്തിൻ്റെ വസ്ത്രം മുഷിഞ്ഞതാണ്, ജനത്തിൻ്റെ വസ്ത്രം മുഷിഞ്ഞതാണ്, മഹാപുരോഹിതൻ്റെ വസ്ത്രം മുഷിഞ്ഞതാണ്. അതിനെക്കുറിച്ച് എങ്ങും ഒരു സാക്ഷി വിസ്താരത്തിൻ്റെ കാര്യമില്ല, എല്ലാവർക്കും കാണാം, അതുപോലെ വ്യക്തമാണ്. ഇന്നത്തെ സഭയെക്കുറിച്ച് തിരിഞ്ഞു ചിന്തിച്ചാൽ ദൈവം ആഗ്രഹിച്ച പരിധിയിൽ നിന്നും നമ്മൾ ഒരുപാട് താഴെയാണ് എന്ന് പ്രത്യേകിച്ച് ആരും പറയാതെ നമുക്ക് മനസ്സിലാകും. നടന്നു പോകുമ്പോൾ നിഴൽ വീഴുന്ന അപ്പോസ്തലന്മാരുടെ നിഴലിൻ്റെ മുമ്പിൽ രോഗശാന്തി വ്യാപരിച്ചിരുന്ന ആ സഭാ കാലഘട്ടം. ഇത്രയ്ക്കോ നീ വസ്തു വിറ്റത് എന്ന് ചോദിച്ച് പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞ അനന്യാസിനെയും സഫീറയെയും അന്ന് തന്നെ ദൈവം ന്യായം വിധിച്ച ആ കാലഘട്ടം. അവിടെ നിന്ന് സഭ താഴേക്ക് പോയി എത്രയും വീണിരിക്കുന്നുവെന്നറിയാം. അതുകൊണ്ട് യോശുവ മഹാപുരോഹിതൻ്റെ കാര്യം സാത്താനോട് യഹോവ പറയുകയാണ്, സാത്താനെ, അവൻ മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, ഒരു സംശയവുമില്ല. അവൻ നിൽക്കരുതത്തിടത്താണ് വന്ന് നിൽക്കുന്നത്. വിശുദ്ധ സന്നിധിയിൽ വന്ന് ഇങ്ങനെ അല്ല നിൽക്കേണ്ടത്. അവൻ്റെ സ്റ്റാറ്റസ് വേറൊന്നായിരിക്കേണ്ടിയിരുന്നു. എങ്കിലും ഞാൻ അവനെ അല്ല ശിക്ഷിക്കുന്നത്, നിന്നെയാണ് ശിക്ഷിക്കുന്നത്. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ഇവൻ ആരാണ്? ഞാൻ യെരൂശലേമിനെ തിരഞ്ഞെടുത്ത യഹോവയാണ്. എനിക്കവരോട് കരുണ തോന്നി അവരെ സംരക്ഷിപ്പാൻ ഞാൻ തീരുമാനിച്ചതാണ്. ഇവൻ്റെ വസ്ത്രം മുഷിഞ്ഞത് തന്നെയാണ്, പക്ഷേ ഞാൻ അവനെ അല്ല ഭത്സിക്കുന്നത്, നിന്നെയാണ് ഭത്സിക്കുന്നത്. നിനക്ക് പോകാം എന്ന് പറഞ്ഞ് യോശുവ മഹാപുരോഹിതനെ സംരക്ഷിച്ചുകൊണ്ട് സാത്താനെ പറഞ്ഞയക്കുന്ന ചരിത്രമാണ് കാണുന്നത്. സഖരിയാവ് 3-2-3 വാക്യങ്ങളിൽ.
അടുത്തതായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവർ താണുപോയ രംഗങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കാണാൻ കഴിയും. ഞാൻ ഇവിടെ 1-2 മിനിറ്റുകൾ നിന്ന് ആ ചരിത്രം ഒന്ന് തൊടാം. എന്താണ് ഇസ്രായേൽ താണുപോയി എന്ന് പറയുന്നത്? എന്താണ് ഇവർ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു എന്ന് പറയുന്നത്? ഈ ജനം ബാബേലിൻ്റെ അടിമത്വത്തിലായിരുന്നു. അടിമത്വത്തിൽ നിന്ന് വിടുതൽ ഏറ്റെടുക്കേണ്ട ആ കാലഘട്ടത്തിൻ്റെ മഹാപുരോഹിതനാണ് യോശുവ. ഈ ജനത്തെയാണ് ദൈവത്തിന് തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഈ ജനത്തിന് പറ്റിപ്പോയ അബദ്ധത്തിൻ്റെ കാരണം ഇവരെ അടിമത്വത്തിലായിരുന്നു. ഇവരുടെ നിവൃത്തിക്ക്, ഇവരുടെ കഴിവിന് അപ്പുറത്തായിരുന്നു ഇവരുടെ മേൽ ഉണ്ടായ സംഭവം. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എന്ന ആശയം കാണുവാൻ കഴിയും. എന്താണ് അവർ അടിമത്വത്തിൽ പോകാൻ കാര്യം? ഞാനിവിടെ കഴിഞ്ഞ വർഷമെങ്കിലും എടുത്തു കാണണം, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലത്തെ വർഷം ഇവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരിക്കൽ ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗമുണ്ടായി. ഹിസ്കിയ രാജാവ് ഏറ്റവും ഭക്തനായൊരു മനുഷ്യനായിരുന്നു. ഇസ്രയേലിൻ്റെ രാജകുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ഭക്തിയോടുകൂടെ ദൈവത്തെ സേവിച്ച അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു ഹിസ്കിയ രാജാവ്. ദാവീദ് ദൈവത്തെ ഏറ്റവും ഭക്തിയോടെ സേവിച്ചവനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു കളങ്കം പറയാനുണ്ടായിരുന്നു. പിന്നത്തേതിലാണ് കളങ്കം ഉണ്ടായത്. ഹിസ്കിയാവിന് ഒരു കളങ്കം ഉണ്ടായി. എന്നാൽ അതുവരെയുള്ള കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ കളങ്കം സംഭവിക്കുന്നതിന് മുന്നമേ ഹിസ്കിയാവിനെ നോക്കിയാൽ ഏറ്റവും പെർഫെക്റ്റായ ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തെ സേവിച്ചു, ആലയത്തെ യഥാസ്ഥാനപ്പെടുത്തി, അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന ഒരു നല്ല മനുഷ്യൻ. പെട്ടെന്ന് അദ്ദേഹം രോഗിയായി മാറി. അദ്ദേഹത്തിന് മരിക്കത്തക്ക രോഗമുണ്ടായി. താൻ കിടക്കയിലാണ്. പെട്ടെന്ന് ദൈവം യെശയ്യാ പ്രവാചകനോട് പറഞ്ഞു, നീ ചെന്ന് അവനോട് സംസാരിക്ക്, ഗ്രഹകാര്യം ക്രമത്തിലാക്ക്, നീ മരിച്ചു പോകും എന്ന് അവനോട് പറയാൻ ആവശ്യപ്പെട്ടു. ഹിസ്കിയാവിൻ്റെ അടുക്കൽ യെശയ്യാ പ്രവാചകൻ വന്നു പറഞ്ഞു, ഹിസ്കിയാവേ, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. നീ മരിച്ചു പോകുമെന്ന് മാത്രമല്ല, മരിച്ചു പോകും, വീണ്ടും അതേ ആശയം ആവർത്തിച്ചു, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹിസ്കിയാവ് ഇത് കേട്ട ഉടനെ തൻ്റെ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു. അതിന് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുവരെയും മന്ത്രിമാരുടെ നേരെ ഇദ്ദേഹത്തിൻ്റെ രോഗമെല്ലാം കൂടെ ഇരിക്കാൻ വയ്യാതെ വണ്ണം ഇരിക്കുന്ന ഇടത്ത് തൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു വ്രണമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പരു ഉണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ രോഗം. ഒറ്റ നോട്ടത്തിൽ മരിക്കത്തക്ക രോഗമൊന്നും അല്ല, ഒറ്റ നോട്ടത്തിൽ ഇരിക്കാൻ കഴിയാത്ത ഒരു രോഗമാണ്. കാര്യം നേരെ ഇരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹം ഇരിക്കാതെ കിടന്നുകൊണ്ട് രാജ്യഭരണം ചെയ്യുകയാണ്. ഭിത്തിക്ക് നേരെ തൻ്റെ കട്ടിൽ, ഭിത്തിക്കരികിൽ തൻ്റെ കട്ടിലിട്ട് ഭിത്തിക്ക് നേരെ പിൻഭാഗവും മുഖം മനുഷ്യന് നേരെയും തിരിച്ചുകൊണ്ട് ഒരുപക്ഷെ തൻ്റെ മന്ത്രിമാരോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടോ നാട്ടുകാരോടോ ഒക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് യെശയ്യാ പ്രവാചകൻ പെട്ടെന്ന് ഓടി വന്ന് ഈ കാര്യം പറയുന്നത്. ഇത് കേട്ട ഉടനെ ഹിസ്കിയാവ് യെശയ്യാവിനോട് ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കാൻ ആവശ്യപ്പെടാതെ നേരെ തൻ്റെ മുഖം ചുവരിൻ്റെ നേരെ തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ ലോകത്തിന് പുറംതിരിഞ്ഞു, ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ്, അയ്യോ യഹോവേ, അടിയൻ ഏകാഗ്രതയോടും നിർമ്മലതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് അങ്ങയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ. എൻ്റെ ആയുസ് തീരെയായിട്ടില്ല, ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചു. ഇതിനോടകം യെശയ്യാ പ്രവാചകൻ ദൂത് പറഞ്ഞ ശേഷം കൊട്ടാരത്തിൽ നിന്ന് അപ്പോഴേ ഇറങ്ങി നടുമുറ്റം വരെ എത്തി. വീണ്ടും ദൈവാത്മാവ് യെശയ്യാവിനോട് പറഞ്ഞു, നീ തിരിച്ചു പോകുക, തിരിച്ചുപോയി എൻ്റെ ദാസനായ ഹിസ്കിയാവിനോട് പറയണം, ഞാൻ നിൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും, നീ സൗഖ്യമാകും, മരിക്കയില്ല എന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചു വന്ന് പറഞ്ഞപ്പോൾ യെശയ്യാവ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അതിന് ലക്ഷണം എന്താണ്? എനിക്കൊരു അടയാളം കൂടെ തരണം. ഞാൻ മരിച്ചു പോകയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതാണ്. അങ്ങനെ ക്രമീകരിക്കാതെ ഞാൻ മരിക്കാതെ ഇരിക്കുമെങ്കിൽ എനിക്കൊരു ദൃഷ്ടാന്തം തരണമെന്ന് പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ ചോദിച്ചു, യഹോവയുടെ അരുളപ്പാട് കൊണ്ടാണ് ചോദിച്ചത്. സൂര്യഗതി അനുസരിച്ച് രാജഘടികാരത്തിൽ മുന്നോട്ട് പോയ നിഴലിനെ പുറകോട്ട് തിരിക്കണോ മുന്നോട്ട് തിരിക്കണോ നീ പറഞ്ഞോളാൻ പറഞ്ഞു. 10 ഡിഗ്രി പുറകോട്ട് തിരിയട്ടെ എന്ന് താൻ ആവശ്യപ്പെടുകയും നിഴൽ 10 ഡിഗ്രി പുറകോട്ട് തിരികെയും ചെയ്തു. ഞാൻ ബൈബിൾ റെക്കോർഡ്സാണ് പറയുന്നത്. ലോകപ്രകാരം ഒരു റെക്കോർഡ് തരാൻ എൻ്റെ ഇല്ലെന്ന് പറയാൻ നിങ്ങളുടെ ആരുടെയിലും ഇല്ല. ഇതാണ് സാഹചര്യം.
പലപ്പോഴും പല ചോദ്യങ്ങളും ആളുകൾ ചോദിക്കാറുണ്ട്. അതിന് തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു കഴിയുമ്പോൾ പൊതുവെ കാര്യങ്ങൾ അങ്ങ് ശാന്തമാകും. ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്ന ഈക്വേഷൻ എന്തുവാ, അതിൻ്റെ തെളിവ് എന്തുവാ? അതിൻ്റെ തെളിവ് ദൈവം ഇല്ലെന്ന് തെളിയിക്കുന്ന ഈക്വേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തെളിവ്. ദൈവം ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു തെളിവുമില്ല, അങ്ങനെ പറയുവാൻ ഒരു ഈക്വേഷനുമില്ല. ഇതുപോലെ നീ നിഴൽ പുറകോട്ട് തിരിഞ്ഞോ ഇല്ലയോ, എൻ്റെ ബൈബിളിൽ തിരിഞ്ഞെന്ന് എഴുതിയിരിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. ഇല്ലെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ ഉണ്ടെങ്കിൽ ആ തെളിവ് കേട്ടാൽ എനിക്ക് വിരോധമില്ല എന്ന് മാത്രം, പക്ഷെ സംഭവിച്ചതായി ഞാൻ അംഗീകരിക്കുന്നു. സൂര്യൻ പുറകോട്ട് തിരിഞ്ഞു. ഇനിയും ചരിത്രപരമായി എടുത്താൽ സൂര്യൻ പുറകോട്ട് തിരിഞ്ഞതെന്ന് പറയുന്നത് ഭൂമി പുറകോട്ട് കറങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. കറങ്ങുന്നത് ഭൂമിയാകയാൽ ഭൂമി ഇതുവരെ പോയിരുന്ന ഗതിയിൽ നിന്നും പുറകോട്ട് തിരിഞ്ഞു, 10 പടി നിഴൽ പുറകോട്ട് മാറി. ഇത് ഇസ്രയേലിന് മാത്രമല്ല, ലോകത്തിലെ സകല രാജ്യങ്ങൾക്കും കാണാവുന്നതാണ്. രാജ്യങ്ങൾ മുഴുവനും അന്വേഷണം തുടങ്ങി, ഇതെങ്ങനെ സംഭവിച്ചു, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണ്, ഇതെങ്ങനെ സംഭവിച്ചു. അന്വേഷണത്തിൻ്റെ ഒടുവിൽ ആരോ പറഞ്ഞു, ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഹിസ്കിയാവിൻ്റെ ദൈവം ഭൂമിയെ പുറകോട്ട് തിരിച്ചതാണ്. ഇത് കേട്ടുകൊണ്ട് അനേകർ ഹിസ്കിയാവിനെ കാണാൻ വേണ്ടി വന്നു. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷം പടരുവാനിടയായി, ദൈവത്തെക്കുറിച്ചുള്ള വർത്തമാനം പടരുവാനിടയായി. പക്ഷെ നിങ്ങൾക്കറിയാമോ, ദൈവം ആകർഷിച്ചിട്ടല്ലാതെ ആരും കൃപയിൽ വരികയില്ല. ഒരടയാളം കണ്ടതുകൊണ്ടും ആരും കൃപയിൽ വരത്തില്ല. അടയാളം കണ്ടതുകൊണ്ട് കൃപയിൽ വരാനായിരുന്നുവെങ്കിൽ ലാസർ മരിച്ചുയർത്തെഴുന്നേറ്റതോടുകൂടെ മഹാപുരോഹിതൻ ഉൾപ്പെടെ എല്ലാവരും കൃപയിൽ വന്നേനെ. ഒന്നും വന്നില്ല. അവരെല്ലാം കൂടി ലാസറിനെ കൂടെ കൊല്ലണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അത്ഭുതങ്ങൾ കൊണ്ട് ആരും ക്രിസ്തുവിലേക്ക് വരാറില്ല. കർത്താവ് ആകർഷിച്ചെങ്കിലല്ലാതെ ആരും വരത്തില്ല. രണ്ടായാലും ലോകവ്യാപകമായ ഒരു അത്ഭുതം നടന്നു. ഈ അത്ഭുതത്തോടുകൂടെ അനേക രാജ്യക്കാരും എങ്ങനെ സംഭവിച്ചു എന്ന് അറിയുവാൻ ഹിസ്കിയാവിനെ നേരിട്ട് കണ്ട് ചോദിക്കുവാൻ വേണ്ടി ഇസ്രയേലിലേക്ക് വന്നു. ആ കൂട്ടത്തിൽ ബാബേലിലെ രാജാക്കന്മാരും വന്നു. അന്ന് ബാബേൽ രാജാക്കന്മാരെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജവംശമാണ്. ധനികരും പ്രബലരുമായ രാജാക്കന്മാരാണ്. ഇസ്രയേൽ അവരുടെ മുമ്പിൽ എടുത്തു പറയാൻ ഒന്നുമില്ല. ഒരു കൊച്ചു സംസ്ഥാനം മാത്രമേ ഉള്ളൂ ഇസ്രയേൽ. ഞാൻ കഴിഞ്ഞ ദിവസം കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആകെ ഭൂമിയെ 25 ലക്ഷം കഷണങ്ങളായി തിരിച്ചാൽ അതിലെ ഒരു കഷണം മാത്രമേ ഉള്ളൂ ഇസ്രയേൽ. ഒന്നുകൂടെ ആവർത്തിക്കാം, ആകെ ഭൂമിയെ 25 ലക്ഷം കഷണങ്ങളായി തിരിച്ചാൽ അതിലെ ഒരു കഷണം മാത്രമേ ഉള്ളൂ ഇസ്രയേൽ. ആ ഇസ്രയേലിലെ കുട്ടിരാജാവ് എന്ന് വേണം വിളിക്കുവാൻ. ബാബേൽ രാജാവുമായി താരതമ്യം ചെയ്താൽ അവരുടെ മുമ്പിൽ ഇസ്രയേൽ രാജാവ് ഒന്നുമില്ല. പക്ഷേ ഈ ഇസ്രയേൽ രാജാവിൻ്റെ അടുക്കൽ ബാബേൽ രാജാക്കന്മാർ വന്ന്, നിനക്ക് സൗഖ്യമായല്ലോ, കൺഗ്രാജുലേഷൻസ്, നിന്റെ ദൈവം വലിയവനെന്ന് പറഞ്ഞതോടെ ഹിസ്കിയാവ് ഒന്ന് അഹങ്കരിച്ചു പോയി, ഒന്ന് കിളന്നുപോയി. എനിക്കും പലപ്പോഴും പറ്റാറുള്ളതാണ്, നമുക്കെല്ലാം പറ്റാറുള്ളതാണ് ആളുകളുടെ പ്രശംസയുടെ മുമ്പിൽ സ്വയം ഉയർന്നു പോകുന്നത്. അത് വരാതിരിക്കാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. നമ്മളെല്ലാം ശ്രമിച്ചേ മതിയാകും. ആളുകളുടെ പ്രശംസയുടെ മുമ്പിൽ ആ ഹിസ്കിയാവ് ഒന്ന് ഉയർന്നു പോയി. അദ്ദേഹം ജാതികൾ കാണരുതാത്ത എല്ലാ ഇടങ്ങളും ഈ ബാബേൽ രാജാവിൻ്റെ ആളുകളെ കൊണ്ടുവന്ന് കാണിച്ചു. തൻ്റെ രാജധാനിയുടെ അകം കാണിച്ചു. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, എളുപ്പം തൊട്ടുപോകാം. തൻ്റെ രാജധാനിയുടെ അകം കൊണ്ട് കാണിച്ചു. ഇതിൻ്റെ പണിയൊക്കെ കണ്ടോ? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഈ കൊച്ചു രാജ്യമായ ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ കടപിടിക്കത്തക്കവണ്ണം നല്ല കൊട്ടാരങ്ങൾ തീർത്ത് തന്നത്. ഇതിൻ്റെ ഭംഗി കണ്ടോ എന്ന് ചോദിച്ചു. യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്നു. ആലയം മുഴുവനും കാണിച്ചു. ഇതിൻ്റെ പണിയുടെ മനോഹരത കാണിച്ചു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറഞ്ഞു. മാത്രവുമല്ല, അവൻ്റെ അഹങ്കാരം പിന്നെയും കൂടി. ഇസ്രയേലിലെ സൗന്ദര്യമുള്ള ആ പെൺകുട്ടികളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രഭുകുമാരികളെ കണ്ടു, അവരുടെ സൗന്ദര്യം കണ്ടു. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവർ ഇസ്രയേല്യരാണ്. ഞങ്ങൾക്ക് ഇതുപോലുള്ള സൗന്ദര്യം തന്നത് ദൈവമാണ്. വീണ്ടും അവൻ്റെ അഹങ്കാരം മുറുകി. അവൻ കൊണ്ടുവന്ന് പ്രഭുകുമാരന്മാരെ കാണിച്ചു. നല്ല മസിൽ പവറുള്ള ആമ്പിള്ളരെ കാണിച്ചു. ഞങ്ങളുടെ ആൺകുട്ടികളുടെ
മസിൽ പവറും ബലവും കണ്ടോ? നീ വിചാരിക്കുന്നത് പോലെയല്ല, ഞങ്ങളുടെ ദൈവം വലിയവനാണ്, ഭൂമി പുറകോട്ട് തിരിപ്പാനും ശക്തനാണെന്ന് പറഞ്ഞു. രണ്ടായാലും യഹോവയുടെ ആലയവും രാജധാനിയും ദൈവത്തിൻ്റെ വിശുദ്ധ വസ്തുക്കളും ജാതികൾക്ക് ചവിട്ടാനുള്ളതല്ല, ജാതികൾ കയറാൻ പാടില്ലാത്ത ഇടമാണ്. വിശ്വാസത്തിൻ്റെ കാവൽക്കാരനായി സ്വർഗത്തിലെ ദൈവം ഹിസ്കിയാവെ ആക്കിയിരിക്കെ ഇതുവരെ എല്ലാ കാര്യത്തിലും നന്മ മാത്രം ചെയ്തു വന്ന ഹിസ്കിയാവ് പെട്ടെന്ന് ജാതികൾക്ക് വേണ്ടി ആലയം തുറന്നു കൊടുത്തു എന്ന തിന്മ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിനാൽ തന്നെ ശകാരിപ്പാൻ ദൈവം വീണ്ടും യെശയ്യാവിനെ തന്നെയാക്കി. യെശയ്യാവ് അവനോട് വന്ന് പറഞ്ഞു, നീ ഇന്ന് കാണിച്ചു കൊടുത്ത ഈ സാമ്രാജ്യമുണ്ടല്ലോ, ഇത് മുഴുവനും ബാബേൽ രാജാക്കന്മാർ കൊണ്ടുപോകും. നീ അഹങ്കാരത്തോടുകൂടെ നിന്റെ ബാലന്മാരുടെ അല്ലെങ്കിൽ നിന്റെ യൗവനക്കാരുടെ മസിൽ കാണിച്ചല്ലോ. ഈ ബാലകന്മാർ ബാബേൽ രാജാക്കന്മാരുടെ പ്രഭുക്കന്മാരുടെ കുശിനിയിൽ അടുക്കളയിൽ വിറക് കീറുന്ന പണിക്ക് അവരെ പിടിച്ചു നിർത്തും. നീ സൗന്ദര്യം കാണിച്ചു കൊടുത്ത നിന്റെ പെൺകുട്ടികളുണ്ടല്ലോ, ഇവരൊക്കെ ബാബേൽ പ്രഭുക്കന്മാരുടെ കൂടെ അന്തി ഉറങ്ങേണ്ടതായി വരും. നിങ്ങളെ മുഴുവനും അടിമകളായി പിടിച്ചു കൊണ്ടുപോകും. തൻ്റെ ആയുസ്സിൽ ഇത് നടന്നില്ല. കാര്യം ഹിസ്കിയാവ് വീണ്ടും അനുദപിച്ചു, ഞാൻ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. ഇസ്രായേൽ അടിമത്വത്തിൽ പോകുവാൻ കാരണമായത് ഭക്തനായിരുന്ന രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്ന ഭാവേന ദൈവത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി ഇത് ചിലത് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇവർ അടിമത്വത്തിൽ പോയത്. ഇവർ അടിമത്വത്തിൽ പോയതോടെ പിശാച് അങ്ങേയറ്റം ശ്രമിച്ചു ഇനി ഒരിക്കലും ദൈവപ്രസാദം ഇവരുടെ മേൽ ഉണ്ടാകാതെ വണ്ണം ഇവരെ ജാതിയായി നശിപ്പിക്കുക. മറക്കരുത്, അവരിൽ ദൈവപ്രസാദമുണ്ടായി, അവരുടെ രാജാവിൽ ദൈവപ്രസാദമുണ്ടായി എന്ന് പിശാചിന് മനസ്സിലായതോടെ അവൻ തിരിച്ചൊരു നയമെടുത്തു. ഇനി ഒരു കാലത്തും ഇവർക്ക് ദൈവപ്രസാദം ഉണ്ടാകാതെ വണ്ണം ഇവരെ കംപ്ലീറ്റ്ലി അടിമകളാക്കണം, നശിപ്പിക്കണം. അങ്ങനെ അവനെ നശിപ്പിക്കേണ്ടതിനു വേണ്ടി ആവശ്യമുള്ള എല്ലാ പദ്ധതികളും പിശാച് ഒരുക്കി. അംഗഭംഗമില്ലാത്തവരും ഇങ്ങനെ ഇവരെ അടിമകളാക്കി കൊണ്ടുപോയി. ഈ അടിമകളാക്കി കൊണ്ടുപോയ ഇടത്ത് വെച്ചാണ് ഇവരുടെ വസ്ത്രം മുഷിഞ്ഞത്, ഇവരുടെ ദൈവകൃപ നഷ്ടമായത്. ഒന്നുകൂടെ ആവർത്തിക്കാം. ഇവരെ അടിമകളായി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇനി ഒരിക്കലും ദൈവകൃപ ഉണ്ടാകാതെ വണ്ണം, ഇനി ഒരിക്കലും ദൈവ സാന്നിധ്യം ഇവരുടെ മേൽ ഇരിക്കാതെ വണ്ണം ഇവരെ ബേസിക്കലി നശിപ്പിക്കണം എന്ന് പിശാച് തീരുമാനിച്ചു. എൻ്റെയും നിങ്ങളുടെയും അനുഭവം ഇതാണ് എന്ന് ഈ ദിവസങ്ങളിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഞാനിത് ഓർമ്മിപ്പിക്കട്ടെ. ഇതിനകത്ത് ബാബേലിൽ വെച്ച് അവർക്ക് സംഭവിച്ചതിനെ കുറിച്ചുന്ന ഒരു കൊച്ചു വിശദീകരണം ദാനിയേൽ പ്രവചനത്തിലുണ്ട്, പല പുസ്തകങ്ങളിലുണ്ട്, പല ചരിത്രങ്ങളിലുണ്ട്. പലതിൻ്റെയും ഒരു സമ്മറി ഞാൻ നോക്കിയിട്ടുണ്ട്, ഇല്ലെന്നല്ല, കേട്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ വേദപുസ്തകത്തിൽ നിന്ന് മാത്രം കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബാബേലിൽ അവർക്ക് സംഭവിച്ചത് എന്തെന്ന് ദാനിയേലിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലുണ്ട്. ബാബേലിലേക്ക് കൊണ്ടുപോയ ഇസ്രയേൽ മക്കളുടെ ഇടയിൽ നിന്ന് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജസന്നിധിയിൽ പരിചരിപ്പാൻ യോഗ്യരുമായ ചില ബാലകന്മാരെ വരുത്തുവാനും അവർക്ക്, അതായത് സമൂഹത്തിലുള്ളതിലെ ഏറ്റവും ഉന്നതന്മാരായ ആളുകളെ, ഏറ്റവും ഹയർ ലെവലിലുള്ള ആളുകളെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. എന്നിട്ട് അവരെ കൽഡയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇവർക്കവിടെ സംഭവിച്ചത് എന്താണ്? ഇസ്രായേൽ ജനത്തെ അവിടുന്ന് കൊണ്ടുപോയെങ്കിൽ അവരുടെ സകലതും ചേഞ്ച് ചെയ്യുവാൻ, അവരുടെ സമ്പ്രദായങ്ങൾ, അവരുടെ പാറ്റേണുകൾ, അവരുടെ ആരാധനക്രമങ്ങൾ, അവരുടെ ദൈവാരാധന, ഇത് മുഴുവനും തിരുത്തുവാൻ ബാബേല്യർ തീരുമാനിച്ചു. കാര്യം ഇസ്രായേലിൻ്റെ ആരാധനക്രമത്തിൽ, ഇസ്രായേലിൻ്റെ സാഹചര്യത്തിൽ നടക്കുമ്പോൾ മാത്രമേ ഇസ്രായേല്യരുടെ ദൈവം അവരിൽ പ്രസാദിക്കുകയുള്ളൂ. ഇതൊന്ന് മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു. അത് ബലം പ്രയോഗിച്ച് വേണോ വേണ്ടായോ, ഇതായിരുന്നു ബാബേൽ രാജാക്കന്മാരുടെ ചിന്ത. ഈ ജനത്തെ ബലം പ്രയോഗിച്ച് മാറ്റുന്നതിനേക്കാൾ നല്ലത് അവരുടെ ഇടയിലുള്ള ഏറ്റവും ഒന്നാം തരം ആളുകളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഒരു ചെറിയ പ്രലോഭനത്തോടെ ഇത് ചെയ്യിച്ചാൽ മറ്റുള്ളവൻ തന്നെ അങ്ങ് അംഗീകരിച്ചോളും, മറ്റുള്ളവൻ തന്നെ അങ്ങ് പൊക്കോളും. ആത്മലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ ബൈബിൾ സ്കൂൾ വിദ്യാഭ്യാസമുള്ളവരും കൃപയിൽ പ്രയോജനപ്പെടേണ്ടവരും ക്രിസ്തീയ പാരമ്പര്യം ഉള്ളവരും അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചോ ബൈബിളിനെക്കുറിച്ചോ കൂടുതൽ അറിയാമെന്നുള്ളവരും
കൂടുതൽ പറഞ്ഞാൽ ഇവാഞ്ചലിസ്റ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കത്തിജ്വലിക്കുന്ന ടെലിവിഷൻ ഇവാഞ്ചലിസ്റ്റിനെ കൊണ്ട് ആദ്യം പാപം ചെയ്യിച്ചാൽ ബാക്കിയുള്ളവൻ തന്നെ അങ്ങ് ചെയ്തോളും, അവനാകാമേ, പിന്നെ എനിക്കെന്നാ എന്നുള്ള ചിന്ത വരും. ഈ ചിന്താഗതിയിൽ സാധാരണക്കാരെ കൊണ്ട് അവരുടെ സമ്പ്രദായങ്ങൾ മാറ്റിയെടുക്കുവാൻ ബലം പ്രയോഗിക്കാതെ പകരം കുലീനന്മാരും രാജസന്തതികളിൽപ്പെട്ടവരും രാജസന്നിധിയിൽ നിർത്തുവാൻ കൊള്ളാവുന്നവരും കണ്ടാൽ കോമളന്മാരും എല്ലാം പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നവരും ശാസ്ത്രത്തിൽ ഉന്നതന്മാരും, ഇംഗ്ലീഷിൽ സയൻസ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ശാസ്ത്രത്തിൽ പഠിച്ചാൽ മനസ്സിലാകുന്നവരുമായ ബാലിക ബാലന്മാരെ തിരഞ്ഞെടുത്ത് അവരെ രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. കുറേ പേരെ എന്ന് മാത്രമേ ബൈബിളിലുള്ളെങ്കിലും ചില ചരിത്രങ്ങളിൽ 70 പേരെ എന്ന് പറയുന്നുണ്ട്. കുറേ പേരെ ബൈബിളിൽ അത്രയേ ഉള്ളൂ. കുറേ പേരെ രാജസന്നിധിയിൽ കൊണ്ടുവരാനായി താമസിപ്പിക്കാൻ തീരുമാനിച്ചു. രാജാവ് ഭക്ഷിക്കുന്ന ആഹാരത്തിൽ നിന്നും രാജാവ് കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്നും ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ബാലന്മാർക്ക് ഉപജീവന മാർഗം കൊടുക്കുവാനും രാജകീയമായ മഹത്വത്തോടും പ്രൗഢിയോടും കൂടെ ഇവർ നടക്കുവാനും ഇവരുടെ സകലതും ചേഞ്ച് ആക്കുവാനും തീരുമാനിച്ചു. എന്തെല്ലാം ചേഞ്ചസ് ആണ് ഈ ബാലകന്മാർക്ക് കൊണ്ടുവന്നത്? നമ്പർ 1, ചേഞ്ച് ഇൻ ഫുഡ്. അവർ കഴിക്കുന്ന ആഹാരം മാറ്റി രാജാവ് കഴിക്കുന്ന ആഹാരം കൊടുക്കുക. രാജാവ് കഴിക്കുന്ന ആഹാരത്തോട് എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. അല്പസ്വല്പം ചേഞ്ച് ബാബിലോന്യർക്കും ഇസ്രയേലിനും തമ്മിലുണ്ട്. ബാബിലോന്യർക്ക് ഏതു മാംസവും തിന്നാം, ഇസ്രയേലിയർക്ക് എല്ലാ മാംസവും ഒക്കത്തില്ല, എങ്കിലും അവർക്ക് മാംസം തിന്നാം. ചുരുക്കം ചിലത് അവർക്ക് അശുദ്ധമാണ്. ഇവിടെ അശുദ്ധമോ വിശുദ്ധമോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. അടിമത്വത്തിൽ കിടക്കുന്ന സാഹചര്യത്തിൽ രാജാവ് കൊടുത്ത പരിപാലനത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ലത് അനുഭവിക്കുക എന്നൊരു ചിന്താഗതിയിലേക്ക് അവർ വരണം. അതുകൊണ്ട് ആഹാരം കൊടുക്കാൻ തീരുമാനിച്ചു. 2, അവരെ കൽദയരുടെ ഭാഷ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അവരുടെ ഭാഷാ ശൈലി ഒന്ന് മാറ്റുവാൻ. ഇസ്രയേലിന് എഴുതപ്പെട്ട പുസ്തകങ്ങളെല്ലാം തന്നെ എബ്രായ ഭാഷയാണ് അന്ന്. അവരെ കൽദയ ഭാഷ പഠിപ്പിക്കുമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു തലമുറ കൊണ്ട് ഇത് വായിക്കുന്നവരെ ഇല്ലാതെയാക്കാൻ കഴിയും. മറക്കരുത്, പൈശാചികമായ തന്ത്രങ്ങളിൽ ചിലത് ഇവിടെ ഞാൻ വളരെ ഓപ്പൺ ചെയ്യുകയാണ്. അല്ല, അതിനു വേണ്ടിയാണ് ഈ മെസ്സേജ് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചത്. 1, അവരുടെ ആഹാര രീതി മാറ്റുക. ഒരു ചില്ലറ ചേഞ്ച് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് മറുവശം, രാജാവ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നമേ രാജാവിൻ്റെ ദൈവങ്ങളുടെ മുമ്പിൽ ഈ ഭക്ഷണ സാധനങ്ങൾ അർപ്പിക്കുകയും വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം മാത്രമായിരിക്കും കിട്ടുന്നത്, അതിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും വേണം എന്നതായിരുന്നു പ്രമാണം. ഞാൻ പേരെടുത്തു പറയാൻ താല്പര്യപ്പെടാത്ത ഒരാൾ കഴിഞ്ഞ തലമുറയിലുണ്ടായിരുന്നു, എൻ്റെ തലമുറയിലുണ്ടായിരുന്നു. എന്നേക്കാൾ ഒരല്പം കൂടെ ഇളയതായിരുന്നു. അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം ഇതുപോലെ ഒരു പുണ്യസ്ഥലം സന്ദർശിക്കേണ്ടതിന് ഇന്ത്യൻ പ്രസിഡൻറ്റിനോടൊപ്പം യാത്ര ചെയ്തു. എന്നോട് അദ്ദേഹം പറഞ്ഞ ചരിത്രമാണ്. ഇന്ത്യൻ പ്രസിഡൻറ്റിനോടൊപ്പം അദ്ദേഹം ഒരു ഫ്ലൈറ്റ് ക്രൂ ആയിരുന്നു, പ്ലെയിനിൽ പറക്കുന്നയാളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻറ്റിനോടൊപ്പം ഒരു പുണ്യസ്ഥലം വിസിറ്റ് ചെയ്യേണ്ടതിനായി പോയി. ആ പുണ്യസ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടെ കിട്ടുന്ന ആഹാരം മുഴുവനും ആ പുണ്യസ്ഥലത്ത് കൊണ്ടുവന്ന് ഒന്ന് പൂജിച്ച ശേഷം മാത്രമേ ആഹാരം കൊടുക്കത്തുള്ളൂ. പ്രസിഡൻറ്റും പ്രസിഡൻഷ്യൽ സ്റ്റാഫും മുഴുവനും ആഹാരം കഴിക്കുമ്പോൾ ഇദ്ദേഹം മാത്രം കഴിക്കാതെ മാറിയിരുന്നു. ഒരു പ്രത്യേക ഹെലികോപ്റ്റർ വന്ന് അശോക ഹോട്ടലിൽ നിന്ന് ആഹാരം കൊണ്ടുപോയിയാണ് പിന്നെ അദ്ദേഹത്തിന് കൊടുത്തത്. എത്രയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. വളരെ വിശുദ്ധമായി തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവർ എന്തു ഭക്ഷിക്കണം, എന്തു കുടിക്കണം എന്നൊക്കെ തീരുമാനിക്കും. ഇതിൽ നിന്നൊരു വ്യത്യാസം വരുത്തുവാൻ സാധാരണക്കാരനെ നിർബന്ധിക്കാതെ ഏറ്റവും കോമളന്മാരും കണ്ടാൽ കൊള്ളാവുന്നവരും അറിവുള്ളവരും കഴിവുള്ളവരും കുലീനന്മാരും രാജകുടുംബത്തിൽപ്പെട്ടവരുമായ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചാൽ അവരുടെ ഭാഷയും മാറും. സാധാരണക്കാരൻ തന്നെ ഭാഷ മാറ്റിക്കോളും. ഇവിടെ ഏറ്റവും നല്ല പ്രായമുള്ള നല്ല കണ്ടാക്കൊള്ളാവുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ ഒരല്പം മലിനമായ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയാൽ മറക്കണ്ട, ബാക്കിയുള്ളവരും അത് തുടങ്ങും, അങ്ങോട്ട് മാറിക്കോളും. അതുകൊണ്ട് ആരും നിർബന്ധിക്കാതെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതിന് ഇവരുടെ ഭാഷ മാറ്റാൻ തീരുമാനിച്ചു. 3, അവരുടെ ഡ്രസ് കോഡ് മാറ്റാൻ തീരുമാനിച്ചു. ബാബിലോന്യ വസ്ത്രങ്ങളും ബാബിലോന്യ അങ്കികളും അവരെ ധരിപ്പിക്കുവാനായി തീരുമാനിച്ചു. അവരുടെ പ്രൊഫഷൻ മാറ്റാൻ തീരുമാനിച്ചു. അവരെ കൽദയരുടെ വിദ്യ പഠിപ്പിച്ചുകൊണ്ട് കൽദയ പണിക്ക് വേണ്ടി അവരെ നിർക്കുവാൻ തീരുമാനിച്ചു. അവരുടെ വർഷിപ്പ് പാറ്റേൺ മാറ്റുവാൻ തീരുമാനിച്ചു. അവരാരാധിക്കേണ്ട ശൈലികൾ
മാറ്റുവാൻ തീരുമാനിച്ചു. ഒടുവിൽ അവരുടെ പേരുകൾക്ക് വരെ വ്യത്യാസം വരുത്തി. ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവർക്കൊക്കെ രാജാവ് പേരുകൾ മാറ്റിയിടുകയും അവരുടെ പുതിയ പേരുകളിൽ അവരെ അറിയുകയും ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വസ്ത്രം മുഷിഞ്ഞു എന്ന് പറയുന്നത് എവിടം മുതൽ എവിടം വരെയാണ് പോകുന്നത്, എന്തായിരുന്നു ഇതിൻ്റെ ആരംഭം, ഏത് രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. ഒരു വലിയ സംസ്കാരമായ ചേഞ്ച് ഇവർക്ക് കൊണ്ടുവരുവാനും ഇന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ ജനത ഇസ്രായേൽ അവിടെ നിന്ന് മാറുവാനും തക്കവണ്ണം ഒരു ചേഞ്ച് വരുത്തുവാൻ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ ആഹാരം, ലാംഗ്വേജ്, ഡ്രസ് കോഡ്, പ്രൊഫഷൻ, വർഷിപ്പ് പാറ്റേൺ, അവരുടെ പേരുകൾ എന്നിവയിൽ വ്യത്യാസം വരുത്തുവാൻ തീരുമാനിച്ചുകൊണ്ട് ദാനിയേലിനെയും കൂടെയുള്ള ബാലകന്മാരെയും എടുത്തു. ഇതായിരുന്നു അവർ ചേഞ്ച് വരുത്തുവാനായി താല്പര്യപ്പെട്ടത്. ഇംഗ്ലീഷിലും കൂടെ ഞാൻ കാണിക്കുന്നു എന്ന് മാത്രം. ഇതായിരുന്നു അവർ ചേഞ്ച് വരുത്തുവാനായി താല്പര്യപ്പെട്ടത്. ആ ചേഞ്ചുകൾ ഈ കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. പക്ഷെ ദാനിയേലും അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന ഒരു 4 ഭക്തന്മാരായ ബാലന്മാരും ഏതാണ്ട് 70-ഓളം പേരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വ്യത്യസ്തരായിരുന്ന ഒരു 4-5 കുഞ്ഞുങ്ങൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങൾക്ക് ദോഷം സംഭവിക്കാതിരിക്കേണ്ടതിന് ആഹാരകാര്യത്തിലോ ആരാധനക്രമത്തിലോ ഞങ്ങൾ വ്യത്യാസം വരുത്തുകയില്ല എന്നവർ ഹൃദയത്തിൽ തീരുമാനിക്കുകയും ഷണ്ണാധിപനോട് അവർക്ക് ആഹാരമൊക്കെ വേറെ കൊടുക്കണം എന്നാവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷെ എന്തിന് ഈ രീതികളിലെല്ലാം തന്നെ അവർ താണുപോയി, അല്ലെങ്കിൽ ജനം താണുപോയി. അവർ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് ഈ സാഹചര്യത്തിൽ താണുപോയി. അങ്ങനെയാണ് ആ വസ്ത്രം മുഷിഞ്ഞത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വസ്ത്രം മുഷിഞ്ഞത് എങ്ങനെയെന്ന് വിശദീകരിച്ചില്ല. ഇപ്പോൾ തൻ്റെ യോശുവ, അതായത് മടങ്ങിപ്പോരേണ്ട തലമുറയുടെ കാലമായതോടെ എല്ലാം മുഷിഞ്ഞു, ഒരു വല്ലാത്ത പരിതസ്ഥിതിയിലായി. സത്യത്തിൽ ദൈവത്തിന് അവരെ നേരിട്ട് അംഗീകരിക്കാൻ ഒക്കത്തില്ല എന്ന് തോന്നുന്ന ഒരു വല്ലാത്ത പരിതസ്ഥിതിയിലേക്ക് അവർ താണു. ആ സാഹചര്യത്തിലാണ് ദൈവം അവരെ തിരിച്ചെടുക്കുന്ന സമയത്ത് ദൈവമായിട്ടൊന്നും ചെയ്യാതിരിക്കേണ്ടതിന് കുറ്റം പറയുന്ന സാത്താൻ അരികത്ത് നിന്നു. എന്നാൽ വീണ്ടെടുപ്പുകാരനായി യേശു അരികിൽ വന്നു നിന്നു. യേശുവിനെക്കുറിച്ച് പറയുന്ന ഒരു ടെർമിനോളജി, തൻ സഭയുടെ വീണ്ടെടുപ്പുകാരനാണ്, എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനാണ്. പഴയ നിയമത്തിൽ വീണ്ടെടുപ്പുകാരെക്കുറിച്ചും പറയുന്നുണ്ട്. വീണ്ടെടുപ്പുകാരൻ സ്വന്തം ചാർച്ചക്കാരിൽ പെട്ടവനായിരിക്കണം. അതുകൊണ്ട് മക്കൾ ജഡരക്തങ്ങളോടുകൂടി അവരാകയാൽ താനും നിത്യനായ ദൈവമായിരിക്കെ ജഡരക്തങ്ങളോടുകൂടെ വേഷമെടുത്ത് എൻ്റെ ചാർച്ചക്കാരനായി അവതരിക്കുവാൻ വന്ന യേശുവിൻ്റെ ഒരു പഴയ നിയമ വെളിപ്പാട്, തിയോഫനിയാണ് നാം ഈ കാണുന്നത്. യഹോവയുടെ ദൂതൻ നിൽക്കുന്നതിൻ്റെ അരികിൽ തേണ്ട യോശുവ മഹാപുരോഹിതൻ വന്നു നിന്നു. തൊട്ടടുത്ത് സാത്താനും വന്നു നിന്നു. ഇവിടെ ഒരു പ്രത്യേകത കൂടെ ഞാൻ എടുത്തോർപ്പിക്കട്ടെ. സാത്താൻ വന്നു നിന്നത് വലത്തുവശത്താണ്. പഴയ നിയമത്തിൻ്റെ ന്യായാധിപ സംഘത്തിൽ വലത്തുവശത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റും ഇടത്തുവശത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. മഹാപുരോഹിതന്മാർ ന്യായാധിപനം നടത്തുന്ന സമയത്ത്, അവർ ജഡ്ജസായി ന്യായം വിധിക്കുന്ന സമയത്ത്, എൻ്റെ അഡ്വക്കേറ്റ് എന്നെയാണ് ന്യായം വിധിക്കുന്നതെങ്കിൽ എനിക്ക് അനുകൂലമായി വാദിക്കുന്ന അഡ്വക്കേറ്റ് മഹാപുരോഹിതൻ്റെ വലത്തുവശത്തും എനിക്ക് പ്രതികൂലമായി വാദിക്കുന്ന അഡ്വക്കേറ്റ് ഇടത്തുവശത്തും നിൽക്കണം. ഇവിടെ ഒരു ഭയങ്കര ട്വിസ്റ്റ് കാണാം. സാത്താൻ ഇദ്ദേഹത്തെ കുറ്റം പറയാൻ വരുന്നവനാണ്, പക്ഷെ അവൻ വന്ന് നിൽക്കുന്ന വലത്തുവശത്താണ്. ഇവൻ്റെ പ്രത്യേകത, ഇവൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചുകൊണ്ടാണ് വരുന്നത്. നന്നാക്കാൻ വരികയാണ് എന്ന രൂപേണ അടുത്തു വരുന്നവൻ നശിപ്പിച്ചേ പോകത്തുള്ളൂ. കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത് എന്ന ധാരണ, ദൈവജനത്തെ കറക്റ്റ് ചെയ്യാൻ വരുന്നത് നശിപ്പിക്കാനാണ് എന്ന് മറക്കരുത്. നശിപ്പിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് ഓരോ ആലോചനയും ശ്രദ്ധിക്കുക. മഹാപുരോഹിതൻ്റെ അരികിൽ ഇടത്തുവശത്ത് നിൽക്കേണ്ടവനായ സാത്താൻ ദൈവത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി കാണാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവൻ അനുകൂലമാണ് സംസാരിക്കുന്നത് എന്ന് തോന്നിക്കുമെങ്കിലും പ്രതികൂലം പറയുവാനും കുറ്റം പറയുവാനുമാണ് വന്നത്. ആകയാൽ എൻ്റെ കർത്താവ് പറഞ്ഞു, സാത്താനെ, നീ പറഞ്ഞതുപോലെ തന്നെ ഒന്നും ആരോടും ചോദിച്ച് തെളിയിക്കേണ്ടതില്ല, സാക്ഷി വിസ്താരത്തിൻ്റെ കാര്യമില്ല, എനിക്കും നിനക്കും ഒരുപോലെ കാണാം ഇവൻ്റെ വസ്ത്രം മുഷിഞ്ഞത് തന്നെയാണ്. പക്ഷേ എൻ്റെ മുൻനിർണയത്തിലും തീരുമാനത്തിലും എൻ്റെ പരമാധികാരത്തിലും, ആ പദം ഞാൻ ഉപയോഗിക്കട്ടെ, ദൈവത്തിൻ്റെ പരമാധികാരത്തിലും ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുവാൻ ദൈവം തീരുമാനിച്ചതിനാൽ
പണ്ടൊരപ്പച്ചൻ അബ്രഹാം ദൈവത്തെ അനുസരിച്ച് ഇറങ്ങിയതിനാൽ, ഒരു വലിയ വില ദൈവസന്നിധിയിൽ കെട്ടിവെച്ചതിനാൽ, തൻ്റെ തലമുറകളോട് കൊടുത്ത ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നിന്ന് മാറുവാൻ ദൈവത്തിന് കഴിയാത്തതിനാൽ യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തൽക്കാലം ഇവനെ ശാസിക്കുന്നില്ല, പകരം നിന്നെ ശാസിക്കുന്നു. പോ. ഇതാണ് ഈ വസ്ത്രം മുഷിഞ്ഞു നിൽക്കുന്നത്. അതിനെ തുടർന്ന് യോശുവ മഹാപുരോഹിതനോട് സംസാരിക്കാൻ തുടങ്ങി. ഇതുവരെയും സാത്താനോടാണ് സംസാരിച്ചത്. സാത്താനോടുള്ള സംസാരം നിർത്തി, അവനെ ഭത്സിച്ചു. യോശുവയ്ക്ക് തോന്നിക്കാണും, ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു, എൻ്റെ ശത്രുവിനെ ശാസിച്ചു, ഞാൻ ഇവിടം കൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ സഹോദരന്മാരെ, പലപ്പോഴും പലതിൽ നിന്നും കർത്താവ് രക്ഷിച്ചപ്പോൾ, പല സാഹചര്യങ്ങളുടെ നടുവിൽ, പല ബുദ്ധിമുട്ടുകളുടെ നടുവിൽ എൻ്റെ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മുട്ടുകുത്തുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. അവരെ ഒക്കെ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. കർത്താവ് പ്രാർത്ഥന കേട്ടു എന്നുള്ളത് കൊണ്ട് മഹാപുരോഹിതന് ശരിയായി എന്നതിന് അർത്ഥമില്ല, ജനം ശരിയായി എന്നതിന് അർത്ഥമില്ല. സാത്താനെ ഭത്സിച്ച് മാറ്റിയ ശേഷം യഹോവ തന്റെ യോശുവയുടെ നേരെ തിരിഞ്ഞു. യോശുവയെ, നീ മാറിയേ മതിയാകൂ. നിന്നെ തൽക്കാലം ഞാൻ രക്ഷിച്ചു, സാത്താൻ്റെ മുമ്പിൽ നിന്ന് അവനെ പറഞ്ഞു വിട്ടെങ്കിലും അതിൻ്റെ അർത്ഥം നീ നേരെയായി എന്നല്ല, നീ നേരെയായേ മതിയാകൂ. ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ പ്രാഗൽഭ്യം ലഭിച്ച ദൈവവൈതലേ, നമ്മുടെ അകൃത്യങ്ങൾ ദൈവം കണക്കിട്ടെങ്കിൽ നമ്മിൽ പലർക്കും ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കഴിയുകയില്ലായിരുന്നു. എൻ്റെ കുറ്റങ്ങൾ ദൈവം കണക്കിട്ടെങ്കിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് പോലെ ഈ സ്റ്റേജിൽ നിൽക്കുവാൻ എനിക്ക് കഴിയുകയില്ലായിരുന്നു. എന്നാൽ കരുണ തോന്നി എന്നെ ഇവിടം വരെ ആക്കി. ഞാൻ ഇവിടം വരെ ആയതുകൊണ്ട്, നാം ഇവിടം വരെ ആയതുകൊണ്ട്, മറക്കരുത്, നാം ഇവിടം വരെ ആയതുകൊണ്ട് നമ്മൾ നന്നായി എന്നോ നേരെയായി എന്നോ തെറ്റിദ്ധരിക്കരുത്. യഹോവ യോശുവയുടെ നേരെ തിരിഞ്ഞു, യോശുവ നീ നന്നായേ മതിയാകൂ. യു നീഡ് എ ചേഞ്ച്. യു നീഡ് എ ചേഞ്ച്. മോനെ യോശുവ, എനിക്കും നിനക്കും സാത്താനും ദൈവത്തിനും ദൂതന്മാർക്കും എല്ലാവർക്കും അറിയാം, നീ ഇട്ടിരിക്കുന്ന വസ്ത്രം ശരിയല്ല. പലയിടത്തും നിന്റെ പേര് മാറിപ്പോയി, പലയിടത്തും നിന്റെ വസ്ത്രം മാറിപ്പോയി, പലയിടത്തും നിന്റെ ആഹാരം മാറിപ്പോയി, പലയിടത്തും നിന്റെ വർഷിപ്പ് പാറ്റേൺ മാറിപ്പോയി, നിന്റെ രാഗം മാറി, ട്യൂൺ മാറി. ഇതിനെല്ലാം ആഴങ്ങളിലോട്ട് പോകാൻ എനിക്ക് ഒക്കാത്തത് കൊണ്ടാണ് ശംദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ ബാലകന്മാരെ കൊണ്ട് നിർത്തിയേച്ചു പറഞ്ഞു, ഞാൻ ഈ സമഭൂമിയിൽ നിർത്തിയിരിക്കുന്ന എൻ്റെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. അത് നിങ്ങൾ ചുമ്മാ ഒന്നും ആരാധിക്കണ്ട. വീണ, കുഴൽ, തമ്പുരു മുതലായ നാദഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേക സംഗീതങ്ങൾ ഉയരുമ്പോൾ, നമുക്കറിയാം ചില പ്രത്യേക താളങ്ങളും സംഗീതങ്ങളും ഉയരുമ്പോൾ നിൽക്കുന്നവൻ അറിയാതെ തന്നെ ചാടിപ്പോകും. നീ അങ്ങനെ പ്രത്യേകിച്ച് ആരാധിക്കുകയൊന്നും വേണ്ട, തന്നെ ചാടിക്കോളും, തന്നെ ചാടിക്കോളും. നീ ഞാൻ നിർത്തിയിരിക്കുന്ന എൻ്റെ ദൈവത്തെ ആരാധിക്കണം. ചുമ്മാ വേണ്ട. വീണ, കിന്നരം, തമ്പുരു മുതലായി വാദ്യമേളങ്ങൾ മുഴകുമ്പോൾ നിന്റെ വികാരങ്ങളിൽ നീ ഇളകി തന്നെത്താൻ തുള്ളിക്കോളും. ഞാൻ ഈ ഒത്തിരി വാദ്യമേളങ്ങളിൽ എനിക്ക് തോന്നി അതിനേക്കാളും കുറെ കൂടെ ശാന്തമായി ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവങ്ങൾ. ആരാധിച്ച് ദൈവസന്നിധിയിലാകുന്നവൻ അറിയാതെ നൃത്തം ചെയ്യും, അത് വേറെ കാര്യം. നൃത്തം ചെയ്ത് സാന്നിധ്യം കൊണ്ടുവരികയല്ല, ദൈവ സാന്നിധ്യത്തിലാകുന്നതിനാൽ നൃത്തം ചെയ്യുന്നത് വേറൊരു സംഭവമാണ്, വേറൊരു അനുഭവമാണ്. അങ്ങനെയാകുന്നതിന് പകരം ഞാൻ സാഹചര്യങ്ങൾ ഒപ്പിച്ചു തരാം, നീ ആരാധിച്ചോ എന്ന് പറഞ്ഞ് ആരാധിപ്പിക്കുന്ന സിസ്റ്റം അല്ല. അങ്ങോട്ടൊക്കെ നിങ്ങളെ കൊണ്ടുപോകുക. ഇതെല്ലാം ആയിപ്പോയി മോനെ, നിനക്കിതെല്ലാം ആയിപ്പോയി, നീ അങ്ങ് വഷളായി, നിന്റെ വസ്ത്രമാകെ മുഷിഞ്ഞു, നിന്റെ വസ്ത്രമാകെ വൃത്തികേടായി, നീ മാറിയേ മതിയാകും. സഖരിയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ കുഞ്ഞുങ്ങളൊന്ന് കാണാൻ വേണ്ടി മാത്രം ഞാനിത് കാണിച്ചേച്ച്, എനിക്ക് വിശദീകരിക്കണമെങ്കിൽ മലയാളമായി എളുപ്പം, അതുകൊണ്ട് തന്നെ മലയാള ഭാഷയപ്പോൾ, അതുകൊണ്ട് അന്നേരം നമ്മളിതിനെ മലയാളം സർവീസ് എന്ന് വിളിക്കുന്നത്. മലയാളം മാത്രം അറിയാവുന്ന എനിക്കും കൂടെ. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ. ആ പദം ഒന്ന് ശ്രദ്ധിച്ചോണേ. തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട്. ആരോടേലും 4 പേരോട് ഈ യോശുവ മഹാപുരോഹിതനെ കൊണ്ടുപോയി അവൻ്റെ വസ്ത്രം ഒന്ന് മാറ്റിക്കൊടുക്കാൻ പറഞ്ഞാൽ, എൻ്റെയിലാണ് ഏൽപ്പിച്ചതെങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡ് ഞാൻ ചെയ്യും. കുറച്ചുകൂടെ പുറകോട്ടിറങ്ങിയാൽ വടക്കേ ഇന്ത്യൻ സംസ്കാരത്തിൽ നടക്കുന്ന ഒരുത്തനോടാണ് വസ്ത്രം മാറ്റി കൊടുക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ അവൻ കുത്ത പൈജാമ ഇട്ട് പിടിപ്പിച്ചു വിട്ടെന്ന് വരും.
മലയാളി സ്റ്റൈലിൽ ദൈവത്തെ ആരാധിക്കുന്ന അല്ലെ ജീവിക്കുന്ന ഒരുത്തനോടാണ് പറഞ്ഞതെങ്കിൽ മുണ്ട് ഉടുപ്പ് വിട്ടെന്ന് വരും. ഇതിനൊന്നും കർത്താവ് മെനക്കെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരാളുടെ കൊടുക്കാതെ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് ദൈവത്തിൻ്റെ സന്നിധിക്കായി സ്തോത്രം. ആ സന്നിധിയുടെ മഹത്വം. രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. രാജാവ് ഉള്ള ഇടത്ത് രാജമന്ത്രിമാരുണ്ട്. രാജാവ് ഉള്ള ഇടത്ത് രാജതത്വശാസ്ത്രങ്ങളുണ്ട്. ദൈവമുള്ള ഇടത്ത് ദൈവിക സംസ്കാരമുണ്ട്. തൻ്റെ അരികിൽ നിൽക്കുന്നവരോട്, അവിടെ ആരാ നിൽക്കുന്നത്? ദൂതന്മാരാണ് നിൽക്കുന്നത്. വിശുദ്ധ ദൂതന്മാരോട് പറഞ്ഞു, നമ്മുടെ മാനദണ്ഡത്തിനൊത്തവണ്ണം ഒരു വസ്ത്രം ഇവന് കൊടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം നഗ്നനല്ല എന്ന് പറയാൻ എനിക്കും കഴിഞ്ഞെന്ന് വരാം. ഞാനിവിടെ വേറൊരാശയം കൂടെ ചേർത്ത് പറയുവാൻ താല്പര്യപ്പെടുന്നു. മുടിയനായ പുത്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം പന്നികളുടെ കൂട്ടത്തിൽ ജീവിച്ചവൻ്റെ വസ്ത്രം മലിനമാക്കിയ ശേഷം വീണ്ടും വീട്ടിൽ വരുമ്പോൾ അപ്പൻ പറഞ്ഞത്, ആഹാരം കഴിക്കുന്നതിന് മുന്നമേ നിന്റെ വസ്ത്രം മാറ്റിയേ പറ്റുള്ളൂ. സ്നേഹത്തോടെ മകനെ അംഗീകരിച്ചു. വളരെ സത്യമാണ്, അവനെ കൊന്നുകളയേണ്ടവനാണ് അന്നത്തെ സമ്പ്രദായത്തിനൊത്തവണ്ണം. പക്ഷെ അവനെ അപ്പൻ അംഗീകരിച്ചു. അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവനെ അംഗീകരിച്ചു. അവൻ്റെ കഴുത്തിൽ വീണ് കെട്ടിപ്പിടിച്ചു. പക്ഷേ അപ്പൻ്റെ വീട്ടിൽ കയറുന്നതിന് മുന്നമേ പറഞ്ഞു, വേഗം മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പീര്, ഇവൻ്റെ കാലിന് ചെരുപ്പിട്, ഇവൻ്റെ കൈക്ക് മോതിരം കൊടുക്ക്, ഇവനെ മാറ്റിയേ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തുള്ളൂ. ഇപ്പം വസ്ത്രം മാറുകയാണോ ആവശ്യം? വിശന്ന് പട്ടിണി കിടന്ന് കാലങ്ങളായി ഒന്നും കഴിക്കാനില്ലാതെ എല്ലും തോലും തിരിഞ്ഞ ഇവൻ പട്ടിണി കൊണ്ട് കിടന്ന് വഷളായിട്ടില്ലേ ഇങ്ങോട്ട് വന്നത്? എനിക്കൊരു നേരത്തെ ആഹാരം തന്നേച്ചാട്ട്. ഇല്ല മോനെ, വീട്ടിൽ കയറുന്നതിന് മുൻപേ ഡ്രസ്സ് മാറിയേ പറ്റൂ. ഇത് മനസ്സിലാക്കുക, നാം മനസ്സിലാക്കണം. ഇവനോടും പറഞ്ഞു, അരികെ നിൽക്കുന്നവരോട് പറഞ്ഞു, ഇവൻകിൽ നിന്ന് ഈ മുഷിഞ്ഞ വസ്ത്രം മാറ്റണം, മുഷിഞ്ഞ വസ്ത്രം അവൻകിൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ ആകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. ഇവർ നിന്നെ വസ്ത്രം മാറ്റും, പക്ഷേ ഞാനാണ് ആകൃത്യം മോചിക്കേണ്ടത്. ഞാൻ ആകൃത്യം നിങ്കിൽ നിന്ന് പോക്കി. എൻ്റെ ഉള്ളിൽ ആകൃത്യം ഇരിക്കെ ഏത് വസ്ത്രം മാറ്റിയാലും പിന്നെയും വസ്ത്രം മുഷിഞ്ഞുകൊണ്ടിരിക്കും, വസ്ത്രം നാറിക്കൊണ്ടിരിക്കും. എത്രയോ പ്രാവശ്യം ദൈവസന്നിധിയിൽ വന്ന് ഇനി ഈ ജീവിതത്തിൽ അത് ആവർത്തിക്കയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നമ്മൾ ആവർത്തിച്ചിട്ടില്ലേ? എത്രയോ പ്രാവശ്യം ദൈവസന്നിധിയിൽ വന്ന് സത്യമായി ഞാനത് ഉപേക്ഷിക്കുന്നു, ഇനി എനിക്കതില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടില്ലേ? അത് തന്നെ പിന്നെ നാം ചെയ്യാറില്ലയോ? കർത്താവ് യോശുവ മഹാബലിയോട്, യോശുവ, ഞാൻ നിന്റെ ആകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. നിന്നെ വീണ്ടെടുക്കാൻ കഴിയാതെ വണ്ണം നീ താണുപോയ സാഹചര്യത്തിൽ നിനക്ക് പകരം മരിക്കുവാൻ പുതിയ നിയമത്തിൽ ഇറങ്ങി വന്ന യേശുവിൻ്റെ പഴയ നിയമ വെളിപ്പാടാണ് ഇവിടെ കാണുന്നത്. ഞാൻ നിന്റെ ആകൃത്യം മാറ്റാൻ വന്നവനാ. ഇന്ന് ഇതിനകത്തിരിക്കുന്നത് അയ്യോ പൈതലേ, കാൽവറിയുടെ ക്രൂശിൽ എൻ്റെ ആകൃത്യം മാറ്റുവാൻ ഇറങ്ങി വന്നവനായ യേശു, ഞാൻ നിന്റെ ആകൃത്യം മാറ്റിയിരിക്കുന്നു. ദൂതന്മാരെ, അരികെ നിൽക്കുന്നവരെ, വിശുദ്ധ സംസർഗമുള്ളവരെ, വസ്ത്രം നിങ്ങൾ മാറ്റുക, അകൃത്യം ഞാൻ നീക്കുകയാണ്. ഞാൻ നിന്റെ അകൃത്യം പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ഞാൻ നിനക്ക് തരുന്നത് വിലാപ വസ്ത്രമല്ല, ഞാൻ നിന്നെ ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. എന്നും കരഞ്ഞുകൊണ്ട് നടക്കാനല്ല, ഞാൻ നിന്നെ ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. ഞാൻ പാപിയാണ് 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 എന്ന് എന്നും പറയാനല്ല, പാപിയായിരുന്നു എന്നാൽ ഇന്ന് നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ. ഞാൻ പണ്ടൊരിക്കൽ കൃപയ്ക്ക് അന്യനായിരുന്നു, ഇന്നതിൻ്റെ ഉള്ളിലുള്ളയാളാണ് എന്നൊന്ന് പറയുവാൻ. പണ്ട് ഞാൻ ആധർമ്മിയായിരുന്നു, ഇന്നെന്നെ കർത്താവിനെ വിടുവിച്ചു എന്ന് പറയുവാൻ. ഞാൻ നിന്റെ ആകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. ഇവർ നിന്നെ വസ്ത്രം ധരിപ്പിക്കാൻ പോകുകയാണ്. ഇൻഡയറക്ട്ലി അവരോട് കേൾക്കാനാ നിന്നെ ധരിപ്പിക്കേണ്ടത് ഒരു ഉത്സവ വസ്ത്രമാണ്. പഴയ നിയമകാലത്ത് വേദപുസ്തക കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ വിധവയായി മാറിയാൽ അവൾ വൈധവ്യ വസ്ത്രം ധരിക്കണം, വിധവയുടെ വസ്ത്രം ധരിക്കണം. ഇന്ന് അങ്ങനൊരു സമ്പ്രദായമില്ല. പക്ഷേ പണ്ടൊരു കാലത്ത് ചെയ്തു പോയ പാപത്തിൻ്റെ പരിണിതമായി ഇന്നും വിലാപ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഇന്നും എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ പ്രാർത്ഥനാ ദിവസങ്ങളിലും പാപിയാണേ 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 എന്ന് പറയുന്ന നിത്യപാപിയായിട്ടല്ല കർത്താവ് നമ്മെ മാറ്റിയത്. ഞാൻ പാപിയായിരുന്നു, കർത്താവിനോട് ക്ഷമിച്ചു. ഇന്നെന്നെ ധരിപ്പിച്ചിരിക്കുന്നത് ഉത്സവ വസ്ത്രമാകയാൽ എനിക്ക് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനുണ്ട് എന്ന് പറയുന്നവർക്കായി സ്തോത്രം. ഞാൻ നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. അടുത്ത കൽപ്പന 5-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വയ്ക്കട്ടെ,
ധരിക്കട്ടെ എന്നവൻ കൽപ്പിച്ചു. അങ്ങനെ അവരവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അരികിൽ നിൽക്കുകയായിരുന്നു. ഇംഗ്ലീഷിലെ വാക്യങ്ങളുണ്ട്. യഹോവയുടെ ദൂതൻ, അതായത് കർത്താവായ യേശു ക്രിസ്തു അരികിൽ നിൽക്കുമ്പോൾ തൻ്റെ സൂപ്പർവൈസേഷനിൽ, തൻ്റെ മേൽനോട്ടത്തിൽ ഇവനെ വസ്ത്രം മാറ്റി. ഇന്ന് പകൽ എന്നെ വസ്ത്രം മാറ്റേണ്ടതിന് തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞു വെച്ച എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ക്രിസ്തുവിൻ്റെ മേൽനോട്ടത്തിൽ, ക്രിസ്തുവിൻ്റെ സൂപ്പർവൈസേഷനിൽ, ദൈവവചനത്തിൻ്റെ മാതൃകയിൽ എന്നെയും നിങ്ങളെയും വസ്ത്രം മാറ്റുവാൻ ദൈവത്തിന് തിരിഹിതമായി അതിനെന്നെ സഹായിച്ച ദൂതന്മാരുണ്ട്, അതിനെന്നെ സഹായിച്ച ചുറ്റും നിൽക്കുന്ന ആത്മീയരുണ്ട്. അവർക്കെല്ലാമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവൻ്റെ വസ്ത്രം മാറ്റിച്ചു. ദൈവത്തിന് സ്തോത്രം. പുതിയ വസ്ത്രം, പുതിയ മേലങ്കി, പുതിയ തലപ്പാവ്, പുതിയ ചെരുപ്പ്, സകലതും പുതുതാക്കും. ശുദ്ധീകരണവും അംഗീകരണവും ദൈവം തന്നെ തരും. ദൈവം എന്നെ അംഗീകരിക്കാൻ തീരുമാനിച്ചാൽ ഒരിക്കലും ശുദ്ധീകരിക്കാതെ അംഗീകരിക്കത്തില്ല. മറക്കല്ലേ, എന്നെ അംഗീകരിക്കാൻ ദൈവം തീരുമാനിച്ചാൽ ശുദ്ധീകരിക്കാതെ അംഗീകരിക്കത്തില്ല. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ശുദ്ധീകരണം ആഗ്രഹിക്കുന്നെങ്കിൽ ആ ശുദ്ധീകരണം തരുവാൻ കർത്താവ് ശക്തനാണ്. അത് നമുക്ക് തന്നിരിക്കും. തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട്, അതായത് ക്രിസ്തുവിനരികെ നിൽക്കുന്നവരോട് അവരുടെ സ്റ്റാൻഡേർഡിന്, മാനദണ്ഡത്തിന് ഒത്തവണ്ണം ഇവനെ വസ്ത്രം ധരിപ്പിക്കാനാണ് പറഞ്ഞത്. ഇന്ന് പകൽക്കാലം എന്നെ ദൈവസഭയിലാക്കുവാൻ ദൈവത്തിന് തിരിഹിതമായി. കർത്താവിന് സ്തോത്രം. പലരും ഞാൻ അന്യഭാഷ സംസാരിക്കുന്നതിനെ നിരൂപിച്ചിട്ടുണ്ട്. അന്യഭാഷ സംസാരിക്കുന്നത് തെറ്റാണ് എന്ന് പലർക്കും തോന്നലുണ്ട്. പക്ഷെ ഞാൻ അന്യഭാഷ സംസാരിക്കാൻ തീരുമാനിച്ചതാണ്. അതിൻ്റെ പ്രത്യേകതയാണ്. ദൈവം എന്നെ ഏൽപ്പിച്ചതാകയാൽ ഞാൻ അന്യഭാഷ സംസാരിക്കും. ബഥേലിൽ വരുന്ന ഒരാളിന് അല്ല, വേർതിരിക്കപ്പെട്ട ദൈവസഭകളിൽ ഭൂമിയിൽ എവിടെയെങ്കിലും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സകല ദൈവ പൈതലിനും അന്യഭാഷ അഭികാമ്യമാണ്. നിങ്ങൾ ഇവനെ വസ്ത്രം മാറ്റ്, ഞാനും ഇവനെ നീതീകരിക്കാൻ പോകുകയാ. വസ്ത്രം മാറ്റ് നീതീകരിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ കൊണ്ടുവന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എസ്തർ രാജസന്നിധിയിൽ ചെല്ലുന്ന സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എസ്തറിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ് എസ്തർ രാജസന്നിധിയിൽ ചെല്ലുവാൻ വന്നപ്പോൾ അവൾ രാജാവിൻ്റെ ഷണ്ണനും അന്തഃപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ വേറെ ഒന്നും ചോദിച്ചില്ല. ഇത് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം വിശദീകരിച്ചതാണ്. എസ്തർ എന്ന പെൺകുട്ടി, എസ്തർ രാജ്ഞി ആയിട്ടില്ല, എസ്തർ എന്ന് പറയുന്ന പെൺകുട്ടി രാജസന്നിധിയിൽ ചെല്ലുവാൻ സമയമായപ്പോൾ, ഞാനിവിടെ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് നന്നായിട്ട് ഓർക്കുന്നുണ്ടാവും. ഈ 127 സംസ്ഥാനങ്ങൾ, 127 രാജ്യങ്ങൾ, അതിൽ മുഴുവൻ ഇന്ത്യയെക്കുറിച്ച് ഒരു സംസ്ഥാനമെന്നാണ് വിളിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 127 സംസ്ഥാനങ്ങളിൽ നിന്ന് സൗന്ദര്യമുള്ളവരായ പെൺകുട്ടികളെ തെരഞ്ഞു പെറുക്കി കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒന്നാണ് എസ്തർ. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇനി ആരും വർണ്ണിക്കേണ്ടതില്ല. രാജാവിൻ്റെ സേവകന്മാർ, രാജാവിൻ്റെ ഓഫീസേഴ്സ് പോയി ഭൂമിയിൽ എല്ലായിടത്തുമുള്ള അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള 120 രാജ്യങ്ങളിലുള്ള ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടികളെ മാത്രം ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്നതാണ്. കൂട്ടത്തിൽ ഒന്നാണ് എസ്തർ. അവളും തികഞ്ഞ സൗന്ദര്യമുള്ളവളാണ്. പക്ഷെ രാജാവിന് വേണ്ടത് അവിടെ സൗന്ദര്യം മാത്രമല്ല, അവളുടെ ആകെ വ്യക്തിത്വത്തെയാണ്. അവളുടെ ആകെ വ്യക്തിത്വത്തെയാണ് ദൈവത്തിന് വേണ്ടത്, രാജാവിന് വേണ്ടത്. അതുകൊണ്ട് കുറ്റമല്ല, അല്ലെങ്കിൽ ഇത് കൂടിപ്പോയേനേയും, എനിക്കറിയാം, അല്ലെങ്കിൽ ഇത് കൂടിപ്പോയേനേയും. ഞാൻ 79-ാം വയസ്സിലായതുകൊണ്ട് അതിനകത്ത് തകരാറില്ല. രാജാവിന് വേണ്ടത് കേവലം സൗന്ദര്യം മാത്രമല്ല, അതിനപ്പുറത്ത് രാജാവ് പലതും പ്രതീക്ഷിക്കുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് രാജാവിന് ഹിതകരമായ ഒരു വാസന ഉണ്ടാകണം. ആയതിനു വേണ്ടി എസ്തറിനെ 6 മാസം മൂറിൻ്റെ തൈലത്തിൽ മുക്കിയിട്ടു. ഈ മൂറിൻ്റെ തൈലം അവളിലേക്ക് കയറണം. എൻ്റെ ഫെലോഷിപ്പിനനുസരിച്ച്, എൻ്റെ ചുറ്റുവട്ടങ്ങൾക്കനുസരിച്ച് പലതും എന്നിലേക്ക് കയറും. ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്, ഇവിടെ കഴുകനെ പോലെ പറക്കണമെങ്കിൽ പാത്തയുടെ മാതൃക കൊണ്ട് ശരിയാകില്ല. ദൈവസന്നിധാനത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എൻ്റെ ജീവിതത്തിലൂടെ നടക്കണമെങ്കിൽ പാത്തക്കുഞ്ഞിൻ്റെ മാതൃക കൊണ്ട് ഒരു കഴുകന് പറക്കാൻ പറ്റത്തില്ല. അതിന് കഴുകൻ്റെ മാതൃക തന്നെ വേണം. മോളെ എസ്തറേ, നിന്റെ സൗന്ദര്യം വളരെ നല്ലതാണ്, അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവന്നത്. പക്ഷെ നിനക്ക് മാറേണ്ട പലതുമുണ്ട്, അതും കൂടെ മാറിയേ മതിയാകൂ.
6 മാസം അവളെ മൂറിൻ്റെ തൈലത്തിൽ മുക്കിയിട്ടു. അതിനുശേഷം ഓരോ പെൺകുട്ടികളുടെ ശരീരത്തിൻ്റെ പ്രകൃതിക്കൊത്തവണ്ണം അവരുടെ ബലഹീന വശങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതിന് വേണ്ടി വ്യത്യസ്ത സുഗന്ധദ്രവ്യങ്ങളിൽ അവരെ മുക്കിയിടും. എൻ്റെ കർത്താവ് പലരെ മുക്കിയിട്ട ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മിലിറ്ററിയിൽ ഒരാളിനെ ഒരു ജോലി ഏൽപ്പിക്കുന്നതിന് മുന്നമേ ആ ആളിനെ ആ ജോലി പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാളിനെ ഒരിക്കലും മിലിറ്ററിയിൽ ഒരു ജോലിക്ക് എടുക്കാൻ ഒക്കത്തില്ല. പട്ടാളത്തിൻ്റെ സ്റ്റെപ്പെന്ന് പറയുന്നത് തെറ്റിക്കൂടാത്ത, തെറ്റാൻ അനുവാദമില്ലാത്ത സ്റ്റെപ്പാണ്. ഈ എൻ്റെയും വ്യക്തി ജീവിതത്തിൽ ഞാൻ സ്നാനപ്പെടുന്ന അന്ന് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, നീ ലോകത്തിനു വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും ഒരുപോലെ യുദ്ധം ചെയ്യുന്ന പടയാളിയായിരിക്കും. ലോകപ്രകാരമുള്ള പടക്കളത്തിൽ ആവശ്യമുള്ള ട്രെയിനിങ്ങുകൾ തന്നതുപോലെ ആത്മിക യുദ്ധക്കളത്തിലും ആവശ്യമുള്ള ട്രെയിനിങ്ങുകൾ തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഉപദേശത്തിൻ്റെ വിശുദ്ധിയിൽ ആഴങ്ങളിൽ ജീവിക്കുന്ന അനേക ദൈവദാസന്മാർ, ശക്തന്മാരായ ദൈവദാസന്മാരുടെ മെസ്സേജുകൾ കേൾക്കുവാനും അവരുടെ ജീവിതം കണ്ട് പഠിക്കുവാനും എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ 12, 13, 14, 15, 16 വയസ്സിലൊക്കെ ദൈവം ഇടയാക്കി. സഭയുടെ നേതൃത്വങ്ങളിൽ നിൽക്കുന്നവരും കാര്യങ്ങൾ യോഗ്യമായി ചെയ്യുന്നവരുമായ ആളുകളുമായി പിന്നത്തേതിൽ കർത്താവ് ബന്ധം തന്നു. ഓരോ വിഷയങ്ങളുടെ ആഴത്തിൽ പഠിപ്പിച്ചു. അന്നിതൊന്നും മനസ്സിലായിരുന്നില്ല. എന്തിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനൊരു ട്രെയിനിങ് തരുന്നത്? ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാം, ഒരു പ്രാവശ്യം കൂടെ. IPC ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന പാസ്റ്റർ KE എബ്രഹാം, PM ഫിലിപ്പ് മുതലായ കർത്തൃദാസന്മാർ, അവിടെ മുതൽ ഇങ്ങോട്ടുള്ള KY ഗീവർഗീസ് വരെ ദൈവവചനത്തിൽ ഗൗരവമേറിയ ഉപദേശങ്ങളുടെ ആഴത്തിൽ സഞ്ചരിക്കുന്നവരും ഔദ്യോഗിക വിഷയങ്ങളിൽ സഭാ ഭരണങ്ങൾ ചൊവ്വെ കൊണ്ടുപോകുന്നവരുമായ ആളുകൾ, അവരോട് ഒരുമിച്ചിരിക്കുവാനും പഠിക്കുവാനും കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷമാണ് കൃപാവരങ്ങളുടെ ശുശ്രൂഷകളിലേക്ക് ഇറങ്ങുന്നത്. വ്യത്യസ്ത ഉണർവുകൾ നടക്കുന്ന ഇടങ്ങളിൽ, പ്രത്യേക ഉണർവുകൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോകത്തക്കവണ്ണം എൻ്റെ അപ്പന് പണക്കൊഴുപ്പില്ലായിരുന്നു, എനിക്കതിനുള്ള കഴിവില്ലായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് ചിലതെല്ലാം പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്തിന്? ഒരു വിഭാഗത്തെ ക്രിസ്തുവിന് യോഗ്യരായി വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാകയാൽ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി ദൈവസഭയെ കൊണ്ടുപോകേണ്ടതിന് പല ട്രെയിനിങ്ങുകൾ തരേണ്ടത് ആവശ്യമായിരുന്നു. അത് തന്ന ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. ഇത് ഓരോന്നും കഴിഞ്ഞ ശേഷമാണ് അടുത്തടുത്ത പടികളിലേക്ക് പോകുവാൻ കഴിഞ്ഞത്. ഒടുവിൽ ഈ എസ്തറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ സമയമായി. അവളുടെ മുറ വന്നു, ടേൺ ഹസ് കം. ഇവൾക്ക് രാജസന്നിധിയിൽ ചെല്ലുന്നതിന് മുന്നമേ ഞാൻ പറഞ്ഞല്ലോ, എവിടെയൊക്കെ ആയിരുന്നു തകരാറുള്ളത്, ഇതിനകത്ത് മുഴുവനും കറക്ഷൻ ആവശ്യമായിരുന്നു. ഏറ്റവും അവസാനം രാജസന്നിധിയിൽ ചെല്ലുവാൻ അവൾക്ക് തന്നോടുകൂടെ രാജകൊട്ടാരം വരെ പോകുവാൻ, അന്തഃപുരം വരെ പോകുവാൻ, രാജകൊട്ടാരം വരെ പോകുവാൻ എന്തൊക്കെ വേണം അത് മുഴുവനും ചോദിക്കാൻ അവൾക്ക് റൈറ്റ് ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇത് തൊട്ടതാണ്. അവൾക്ക് റൈറ്റ് ഉണ്ട്. പക്ഷെങ്കിൽ അവൾ വേറെ ആരോടും അഭിപ്രായം ചോദിക്കാതെ ഹേഗായിയോട് മാത്രം ചോദിച്ചു. ഞാൻ ചുരുങ്ങിയ വാചകങ്ങളിൽ മാത്രം അതൊന്നുകൂടെ ആവർത്തിക്കാം. ഒരു പെൺകുട്ടിക്ക്, ഞാനൊരു ലോകപ്രകാരം ഒരു പെൺകുട്ടിയെ എടുക്കട്ടെ, എസ്തറിനെ ഒരു ആത്മീയയായിട്ടാണ് ഞാൻ കാണുന്നതെങ്കിലും തൽക്കാലം അവളെ രാജകുമാരിയായി, രാജാവിൻ്റെ മുമ്പിൽ പോകുവാനുള്ള ഒരു പെൺകുട്ടിയായി മാത്രം കാണുന്നത് കൊണ്ട് ഞാൻ പറയാം, അവളുടെ വസ്ത്രധാരണ രീതിയിലോ ഹെയർ സ്റ്റൈലിലോ സൗന്ദര്യത്തിലോ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് വരുത്തേണ്ടതെന്ന് എങ്ങനെയൊക്കെയാണ്. ഇവൾ ഒരാമ്പിള്ളരോടും ചോദിക്കാൻ പോയില്ല. മോളെ എസ്തറെ, നിനക്കതിന് സാധ്യതയില്ല, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെയുള്ള മറ്റു പെൺകുട്ടികളുണ്ടല്ലോ, അക്കാലങ്ങളിൽ നിലക്കണ്ണാടികളില്ല എന്ന് ഓർക്കണം. അക്കാലങ്ങളിൽ നിലക്കണ്ണാടികളില്ല. നിന്റെ അരികിലുള്ള പെൺകുട്ടികളോടെങ്കിലും ചോദിച്ച് നിന്റെ സൗന്ദര്യം എങ്ങനെയുണ്ട് എന്നറിയണം. ഞാൻ ഒരു വാക്ക് ഒന്ന് പറഞ്ഞോട്ടെ. നിലക്കണ്ണാടികൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം റിഫ്ലക്റ്റീവ് മീഡിയം ഇല്ല എന്നല്ല. റിഫ്ലക്റ്റീവ് മീഡിയം അതിനേക്കാളും മുമ്പേ കണ്ടുപിടിച്ചതാണ്. പക്ഷേ ഏതാണ്ട് ഒരു 250 വർഷത്തിന് പുറകിൽ വരെ ലഭിച്ചിരുന്ന റിഫ്ലക്റ്റിംഗ് മീഡിയത്തിൽ പലതിനും, എല്ലാത്തിനുമല്ല, സർഫസ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് എനിക്ക് വന്ന് ഏതെങ്കിലും ഒരു കാര്യം വായിക്കുമ്പോൾ ചൊവ്വെ വായിക്കുന്നത് കൊള്ളാം. അതുകൊണ്ടാണ് സർഫസ് ക്ലിയർ അല്ലഞ്ഞതുകൊണ്ട് പലരെയും നോക്കിയാൽ വികൃത ഭാവങ്ങൾ കാണാം. ഇന്നും ഒരല്പം സർഫസ്
സർഫസ് വികൃതമായ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ നിങ്ങളുടെ മുഖം നോക്കിയാൽ ചിലപ്പോൾ ഒരു സൈഡ് മത്തങ്ങ പോലെ ഇരിക്കുന്നത് കാണാം, മറ്റേ സൈഡ് ചെറുതായിരിക്കുന്നതാണ്. കാര്യം സർഫസ് അണ്ണീവനാണ്. അതുപോലെ യോഗ്യമായ സർഫസ് ഉള്ള ഇന്ന് കാണുന്ന നിലക്കണ്ണാടികൾ അക്കാലങ്ങളിൽ ഇല്ലാതിരുന്നതിനാൽ ഒരാളിൻ്റെ കുറവ് മനസ്സിലാക്കണമെങ്കിൽ അടുത്തൊരാളിനോട് ചോദിച്ചേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ എസ്തർ ചോദിക്കേണ്ടിയിരുന്നത് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളോടാണ്. ഇതിനോട് രണ്ടിനോടും ചോദിക്കാതെ ആണും പെണ്ണുമല്ലാത്ത ഒരു ഷണ്ണൻ്റെ അടുക്ക പോയിട്ടാണ് ഇവൾ കാര്യം ചോദിക്കുന്നത്. എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്, രാജാവിൻ്റെ മുമ്പ് പാൻ വെക്കുവോ? ഞാൻ എങ്ങനെയുണ്ടെന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാവർക്കും. അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയാൽ പലരും നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയേ ഉള്ളൂ, അങ്ങ് ബോസ്റ്റ് ചെയ്യാൻ പോകത്തില്ല. യേശു പോലും മനുഷ്യൻ എന്നെക്കുറിച്ച് എന്തു പറയുന്നു ശിഷ്യന്മാരോട് ചോദിച്ചതാണ്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, തനിക്ക് അനുരൂപരാക്കി തൻ്റെ ശിഷ്യന്മാരെ മാറ്റാൻ വേണ്ടിയാണ്. ഈ ചർച്ചിൽ വരുന്നവരോട് നമ്മുടെ ചർച്ചിൻ്റെ പോളിസി എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നത് ചർച്ചിൻ്റെ പോളിസിയിൽ മറ്റുള്ളവരെ ആക്കിയെടുക്കാൻ വേണ്ടിയാണ്. യേശുവിന് പോലും താൻ എങ്ങനെയുള്ളവനാണെന്ന് ആളുകളുടെ അഭിപ്രായം ആരായുന്നത് പ്രധാനമായിരുന്നു. ഇവിടെ ഇവൾ തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഹേഗായിയോട് മാത്രം ചോദിച്ചു. ഹേഗായിയെക്കുറിച്ചൊരു കർത്താവിൻ്റെ ദാസന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: രാജാവും രാജ്ഞിയും ഉറങ്ങേണ്ടതിന് വേണ്ടി പള്ളിയറയിൽ കടന്നാൽ ഇവൻ ഷണ്ണനായതുകൊണ്ട് ഇവൻ എവിടെയും കയറാൻ അനുവാദമുണ്ട്. രാജകൊട്ടാരത്തിൽ ചെന്ന് അവസാനമായി വൈകിട്ട് കൊടുക്കേണ്ട പാനീയങ്ങൾ കൊടുത്ത് രാജാവിനെയും രാജ്ഞിയും പുതപ്പിക്കുന്നത് ഹേഗായിയുടെ ജോലിയാണ്. ഇവനാണ് ഒടുവിൽ രാജാവിനെയും രാജ്ഞിയും പുതപ്പിക്കുന്നത്. രാവിലെ ചെന്ന് പുതപ്പ് മാറ്റി അവർക്കാവശ്യമായ പാനീയങ്ങൾ കൊടുക്കുന്നത് മുതൽ രാജകൊട്ടാരത്തിലും രാജാവിൻ്റെ ബെഡ്റൂമിലും പരിചരിക്കുന്ന പതിവ് ഇവനാകയാൽ എസ്തർ ഒരു കാര്യം ചെയ്തു. മറ്റാരോടും അഭിപ്രായം ചോദിക്കാതെ ഹേഗായിയോട് തന്നെ ചോദിച്ചു. അവൻ്റെ അത്രയും രാജാവിനെ അറിയാവുന്നവരില്ല. പരിശുദ്ധാത്മാവിനോടൊപ്പം യേശുവിനെ അറിയാവുന്ന രണ്ടാമതൊരാളില്ല. ഇന്ന് രാത്രിയിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് നാട്ടുകാരോട് അഭിപ്രായം ചോദിക്കാതെ, കൂട്ടുകാരോട് തിരയാതെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തോട് ചോദിക്കുവാൻ അങ്ങയുടെ പാറ്റന് ഞാൻ ആയോ? കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞ് നിങ്ങൾ ഇവരെ ഒന്ന് സഹായിക്കണം, നിങ്ങളുടെ ഫെലോഷിപ്പിലാണ് ഇവൻ വളരേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ഫെലോഷിപ്പിൽ ഒരുത്തൻ അധപ്പതിക്കരുത്. നമ്മുടെ ഫെലോഷിപ്പിൽ ഒരുവൻ നന്നാകുകയാകാവൂ. നിങ്ങളെപ്പോലെ നിങ്ങൾ ഇവനെ ഒന്ന് ട്രസ് ചെയ്യാൻ പരിശ്രമിക്കണം. അങ്ങനെ യോശുവ മഹാപുരോഹിതനെ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ സഹായത്താൽ കർത്താവ് നന്നാക്കിയെടുക്കുകയാണ്, ട്രസ് ചെയ്യിക്കുകയാണ്. യെശയ്യാ പ്രവചനം 61-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിയിൻ വൃക്ഷങ്ങൾ എന്ന് പേരാകും. യെശയ്യാവ് 61-3-4 വാക്യങ്ങളാണ്. ഈ വാക്യം കൂടെ ചേർത്ത് വായിക്കട്ടെ. അവർക്ക് നീതിയിൻ വൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതലയെന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയും, പൂർവന്മാരുടെ നിർജ്ജനങ്ങളെ നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. ഇംഗ്ലീഷിലെ വാക്യം വേണ്ടിയവരെ ഒന്ന് കണ്ടു, എന്നിട്ട് നിങ്ങളുടെ ബൈബിളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. തുടർന്ന് ഞാനിത് മലയാളത്തിൽ ഒന്നുകൂടെ വിശദീകരിക്കാൻ പോകുകയാണ്. സിയോനിലെ ദുഃഖിതന്മാർക്ക്, മോനെ യോശുവ മഹാപുരോഹിത, നീ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ ദുഃഖവുമായിട്ടാ. നീ എൻ്റെ പൈതല, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ. നീ എൻ്റെ സ്വന്തമാ, ഞാൻ നിന്നെ വേർതിരിച്ചതാ. യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയാൽ ഞാൻ ഇതിനെ തിരഞ്ഞെടുത്തതിനാൽ ഹേ സാത്താനെ നീ പോ, ഞാൻ നിന്നെ ഭത്സിക്കുന്നുവെന്ന് പറഞ്ഞ് സാത്താനെ മാറ്റിയവനായ കർത്താവ് തൻ്റെ യോശുവ മഹാപുരോഹിതനോട് പറയുകയാണ്, ഞാൻ നിന്നെ ചേഞ്ച് ചെയ്യാൻ പോകുകയാ. നീ ഇന്ന് ധരിച്ചിരിക്കുന്ന ദുഃഖവസ്ത്രം നിന്നിൽ നിന്ന് മാറ്റാൻ പോകുകയാ. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം ഞാൻ അലങ്കാരമല തരാൻ പോവാ. പഴയ നിയമം എഴുതിയ കോണ്ടസ്റ്റിൽ അതിനെ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് എന്താണ് വെണ്ണീര്? ഉപവാസത്തിൻ്റെ ആഴമാ. നീ ഉപവസിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചും നടന്നല്ലോ, ഇതൊന്നും മാറുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഇതൊന്നും മാറിയേ മതിയാകൂ. നിനക്ക് വെണ്ണീറിന് പകരം ഞാൻ അലങ്കാരമാല തരാൻ പോകുകയാ. നിന്നെ വെണ്ണീറിന്ന് മാറ്റിയിട്ട് ഞാൻ അലങ്കാരമാല അണിയിക്കും.
ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ചിലതിനെ ചില മാല അണിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് തിരിഹിതമാ. എന്തിനു പകരമാ? വെണ്ണീറിന് പകരമാ. വെണ്ണീർ അങ്ങോട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ അലങ്കാരമാല ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട. ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ കിട്ടുന്നവർക്കായി സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ, ദൈവം മുമ്പിൽ വിലപിക്കേണ്ടിടത്ത് വിലപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അലങ്കാരമാല ചോദിക്കണ്ട. പിന്നെ അതിന് ആർട്ടിഫിഷ്യലായി വല്ലതുമൊക്കെ ചെയ്യേണ്ടി വരും. ഇല്ല, ദൈവമായി തരണമെങ്കിൽ വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും. ആനന്ദ തൈലമെന്നറിയപ്പെടുന്ന ഒരു തൈലം നിശ്ചയമായിട്ടുമില്ല. അതുകൊണ്ട് ഇത് ആത്മീയ അർത്ഥം മാത്രം പ്രധാനമായുമുള്ള ഒരു പദമാണിത്. നീ ദുഃഖിച്ച് നടന്നെങ്കിൽ ഞാൻ നിന്നെ സന്തോഷിപ്പിക്കും. ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും. എന്ന് ഞാൻ എന്തു ചെയ്യും, ഞാൻ എന്തു ചെയ്യും, ഞാൻ എന്തു ചെയ്യും, ഞാൻ മുന്നോട്ട് എങ്ങനെ പോകും എന്ന് ചോദിച്ച് നടന്നവൻ നാളെ നടക്കുന്നത് അങ്ങനെയല്ല. നന്ദി കർത്താവേ, നന്ദി, ആ തന്നതിനായി നന്ദി, ചെയ്ത കൃപയ്ക്കായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മറ്റൊരു സാഹചര്യത്തിലെത്തും. വെണ്ണീറിന് പകരം അലങ്കാരമാലയും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് യേശുവിനെ അയച്ചിരിക്കുന്ന ലക്ഷ്യം. ഇവിടെ യേശുവിൻ്റെ പ്രതിനിധിയായിട്ടാണ് പഴയ നിയമത്തിൽ ഈ വെളിപ്പാട് കാണുന്നത്. യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നത് യേശുവാണ്. യേശു നിന്നുകൊണ്ട് തൻ്റെ മഹാപുരോഹിതനോട് പറയുകയാണ്, നീ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. നിനക്ക് എന്തൊക്കെയാണ് ഞാൻ തരാൻ പോകുന്നത്. ചുറ്റും നിൽക്കുന്നവരെ കേക്ക്, അവനെ എന്തൊക്കെയാണ് ധരിപ്പിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം വിഷണ്ണ മനസ്സുമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ സ്തുതി എന്ന മേലാട നിങ്ങൾക്ക് തരുവാൻ അവൻ എന്നെ, സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിയിൻ വൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതലയെന്നും പേരാകും. പണ്ടുണ്ടായിരുന്ന പേരൊന്ന് മാറ്റിയേച്ച് ചില പുതിയ പേരുകൾ തരുവാൻ എൻ്റെ കർത്താവ് പ്രസാദിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു രംഗമുണ്ട്. 1992 93 ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്തായിരുന്നപ്പോൾ ഒരു രാത്രിയിൽ ഒരു വീട്ടിൽ ചെന്ന് താമസിക്കണമെന്ന് എന്നോട് ഒത്തിരി നിർബന്ധം പറഞ്ഞു. ഞാനങ്ങനെ എത്ര വീടുകളിൽ മാറി താമസിച്ചിട്ടുണ്ടെന്നറിയാവൂ. ഇന്ന് പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വീട്ടിൽ പൈശാചിക ബാധയുണ്ടെന്ന് തോന്നിയാൽ നടന്ന ചരിത്രങ്ങളാണ്. എം എ വർഗീസ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് വരെ ഞാൻ ആ രാജ്യത്തോട് അങ്ങനെ മുമ്പ് എൻ്റെ പൊന്നെ ഞാൻ അവിടെ പോയി താമസിക്കും. എന്നിട്ട് രാത്രിയിൽ ഒരു 10 പ്രാവശ്യം ഒരു വരെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നതിൻ്റെ കുഴപ്പമോ. രാവിലെ ചോദിക്കും ഉറങ്ങിയോ. ഞാൻ പറഞ്ഞു പിന്നെ രാത്രിയിൽ എൻ്റെ പാസ്റ്റർ ഇവിടെ ഭയങ്കര പോരാട്ടമുള്ള വീടാണ്, ഈ മുറിക്കകത്താരും ഉറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു അതിനായി എന്നെ കൊണ്ടുവന്നേ. അങ്ങനെ എത്രയോ ഇടങ്ങളിൽ ഒത്തിരി പേരുടെ ടെസ്റ്റ് പീസായിട്ടുണ്ട്, ഒത്തിരി പേർക്ക് വിടുതലായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഈ ചർച്ചിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നത് ചുണക്കുട്ടന്മാരായ കുഞ്ഞുങ്ങളെ, ശക്തന്മാരായ അഭിഷക്തന്മാരെ, വലിയ വീരന്മാരെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരിക്കൽ പിശാചിനങ്ങ് തീരെ അതൃപ്തിയായപ്പോൾ ഒരു പുള്ളി വെച്ച് പിടിച്ചൊരു എഴുത്തെഴുതി ബഥേലിൽ എഴുന്നേക്കുന്നതല്ല ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളുക്കുന്ന തകരയാണ്. എം എ വർഗീസ് അവിടെ ചെന്നിട്ട് കുറച്ച് ദിവസമായല്ലോ, ഇവന്മാർ ബൈബിൾ വായിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ഇന്നലെ പെയ്ത മഴയാണ്. എനിക്ക് സത്യത്തിൽ ആ എഴുത്ത് വായിച്ചപ്പോൾ ഇച്ചിരി സങ്കടം തോന്നി. കർത്താവ്, ഇത്രയും പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇതാണ് ഈ ചെകുത്താന് തോന്നിയതെങ്കിൽ എവൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കണ്ണിൻ്റെ കുഴപ്പമുണ്ടെങ്കിൽ ഇതുണ്ടാവും. എയിമിൻ്റെ കുഴപ്പമുണ്ട്, പലതുകൊണ്ടും ആകാം. എന്തുകൊണ്ടാണ്? കൃത്യം പോലെ എൻ്റെ ബൈബിൾ ഞാൻ കൊണ്ടുപോയിട്ടുമില്ല. ഒരു രാത്രിയിൽ എവിടുന്നോ വിളിച്ചുകൊണ്ട് ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്. അതുകൊണ്ട് എൻ്റെ ബൈബിൾ കൊണ്ടുപോയില്ല. ആ വീട്ടിലിരുന്ന ഒരു ബൈബിൾ, അതൊരു ഇംഗ്ലീഷ് ബൈബിളായിരുന്നു. ഞാനത് എടുത്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് തുറന്നു കിട്ടിയ വാക്യം ഇതാ. അവരുടെ പേര് മാറ്റിയിടും. അവർക്ക് നീതിയിൻ വൃക്ഷങ്ങൾ, ദേ വിൽ ബി നോൺ ആസ് ദി എന്ത് വരുന്നു, ഓക്സ് ഓഫ് റൈച്ചസ്നെസ്. They will be known as the oaks of righteousness. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയാമോ? ഇനി 100 പ്രാവശ്യം കൂടെ പറഞ്ഞാലും എനിക്ക് സംതൃപ്തി ആകത്തില്ല. കാര്യം എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം തന്ന ഒരു വാഗ്ദത്വമാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ല ഞാൻ പറഞ്ഞത്, ദൈവം എനിക്ക് തന്ന ആത്മിക സന്തതികളെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം തന്ന എന്നോടുള്ള വാഗ്ദത്വമാണ്. ആ കുഞ്ഞുങ്ങളുണ്ടല്ലോ, they will be known as the oaks of righteousness. എടാ, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളുത്ത തകരെ നീ അങ്ങ് ഉണങ്ങി മാറും. ഇവർ വളരും. അവർ മാത്രമല്ല, 1000 അവരോടൊപ്പം വളരും.
നിന്റെ ദുഃഖത്തിന് പകരം ഞാനൊന്ന് ചേഞ്ച് ചെയ്താൽ, ദൈവത്തിൻ്റെ ചേഞ്ചിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ ചേഞ്ചിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നീ ഒന്ന് ചേഞ്ച് ചെയ്താൽ ഞാൻ നിന്റെ പേര് വരെ മാറ്റും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയും. അവരുടെ പണിയുടെ ഭാഷ്യം മാറും. അവർ പോകുന്നത് പുരാതന ശൂന്യങ്ങളിലേക്കാണ്. തലമുറയായി നിർജ്ജനമായി കിടന്നിരുന്ന ചില അടിസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കുവാൻ ആകപ്പാടെ സമുന്നതമായ ഒരു പരിവർത്തനത്തിന് വേണ്ടി ഒരു തലമുറയെ ദൈവം ഉപയോഗിപ്പാൻ, ഹേ യോശുവ മഹാപുരോഹിത, നീ പ്രതിനിധീകരിക്കുന്ന നിന്റെ ജനത്തെ ഇസ്രായേലിനെ ഞാൻ മാറ്റിയെടുക്കും. ഇന്ന് പകൽക്കാലം മാറ്റിയെടുക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായി ഇരുന്ന ശൂന്യങ്ങളെ കേടുപോക്കുകയും ചെയ്യും. പണ്ടൊരിക്കൽ പിതാക്കന്മാർ അനുഭവിച്ചിരുന്ന ആ ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഇറക്കുവാൻ സ്വർഗം നമ്മിൽ ചിലരെക്കുറിച്ച് പ്രസാദിക്കുന്നതിനായി സ്തോത്രം. എ ഗ്രേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഹെഡിങ്ങാണ് ഞാൻ ഈ ഒരു പേജിന് കൊടുത്തത്. പണ്ട് നിന്റെ പേര് തകരെന്നായിരുന്നു, ഇന്ന് ദൈവത്തിൻ്റെ നടുതല എന്നാണ്. യഹോവയുടെ നടുതല. പണ്ട് പുരാതന ശൂന്യങ്ങളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവനായിരുന്നു, ഇന്ന് അതിനെ പണിയുന്നവനാ. ആകപ്പാടെ നിന്നെ അങ്ങ് മാറ്റിയെടുക്കുകയാണ്. സ്തുതി എന്ന മേലാട തന്നു, എല്ലാം ചേഞ്ച് ചെയ്ത് തരികയാണ്. ആ ചേഞ്ച് ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ എൻ്റെ സഭ ഏൽപ്പിച്ചുകൊണ്ട്, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടട്ടെ, ചേഞ്ച്. വീണ്ടും ചേഞ്ച് ആകാം. അവർ ദൈവകൃപയിലേക്കൊന്ന് വളരട്ടെ. യോശുവയോടൊരു കൽപ്പന പറഞ്ഞു. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴിയിൽ നടക്കുകയും എൻ്റെ വഴികളിൽ, ഇന്നതിനകത്തിരിക്കുന്ന ദൈവമക്കളോടാകട്ടത്, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ, ദൂതന്മാരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. ഏഞ്ചലിക് മിനിസ്ട്രി എന്ന് അനേക ഇടങ്ങളിൽ പറയാറുണ്ട്. അനുഭവിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അനുഭവിക്കുന്ന ഒരുപാട് പേര് ഇതിൻ്റെ നടുവിലുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു പുതുമ എനിക്ക് തരുവാൻ കർത്താവിന് കഴിയും. നമ്മുടെ സബ്ജക്റ്റ് എക്വിപ്പിംഗ് ജോഷുവ ദ ഹൈ പ്രീസ്റ്റ്. യോശുവ മഹാപുരോഹിതനെ എക്വിപ്പ് ചെയ്യുക, അതിനാവശ്യമുള്ളത്, തനിക്ക് ആവശ്യമുള്ളത് കൊടുത്ത് നിർത്തുക എന്നതാണ്. എന്നെ എക്വിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ പേര് മാറ്റും, എൻ്റെ വസ്ത്രം മാറ്റും, എൻ്റെ പ്രകൃതി മാറ്റും. മോനെ യോശുവ, നിന്നെ ആദ്യം തന്നെ നിന്നെ രക്ഷിച്ചുകൊണ്ട് സാത്താനെ ഞാൻ ശാസിച്ചു വിട്ടു. അതിൻ്റെ അർത്ഥം നീ രക്ഷപ്പെട്ടെന്നല്ല. നോ, നീ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. എനിക്കിന്ന് ഇവിടം വരെ മാത്രമേ വരാനൊക്കത്തുള്ളൂ. സമയത്തിൻ്റെ പരിമിതി ഇന്ന് വീണ്ടും ഉള്ളതുകൊണ്ട്, ഇന്നല്ല എല്ലാ ദിവസവും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടം കൊണ്ട് നിർത്താൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഡ്രസ്സിങ് റൂമിലേക്ക് കയറുവാൻ താല്പര്യമുള്ളവർക്കായി സ്തോത്രം. ഞാൻ പദം പണ്ടൊരിക്കലും ഉപയോഗിച്ചു. അന്ന് എനിക്കൊന്ന് ഇവിടെ അല്ലായിരുന്നു, സ്റ്റേജ് ആ സൈഡിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പെയാണ്. ദൈവത്തിൻ്റെ ഡ്രസ്സിങ് റൂമിലേക്ക് കയറാൻ അവിടെ സ്റ്റേജ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ വിളിച്ചു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അതുപോലൊരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഡ്രസ്സിങ് റൂമിലേക്ക് വരുവാൻ ഇന്ന് പകൽ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കൊണ്ടുവന്നത് മാറ്റിവെച്ച ശേഷം വേറൊന്ന് ധരിപ്പിക്കുവാൻ കർത്താവിനുണ്ട്. ചില സമയത്ത് ചില സ്കാനിങ് എടുക്കുവാൻ എന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടുണ്ട്. സ്കാനിങ്ങിന് വേണ്ടി കയറുന്ന സമയത്തും സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും ഡ്രസ്സിങ് റൂം കാണിച്ചേച്ച് ചേഞ്ച് എന്നവർ പറയാറുണ്ട്. അതുവരെ ഇരുന്ന ഷെയ്പ്പല്ല, വേറൊരു ഷെയ്പ്പിൽ ഇറങ്ങി പോകുന്നത് പോലെ ഇന്ന് പകൽ സത്യമായി എന്നെ ഒന്ന് ചേഞ്ച് ചെയ്യണേ കർത്താവേ എന്ന് പറയാമെങ്കിൽ, ദ ലോർഡ് വാണ്ട് ടു എക്വിപ്പ് യു. എന്തിനു വേണ്ടി? എങ്കിൽ മാത്രമേ നിന്നെ വിടുവിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ഒക്കുകയുള്ളൂ കുഞ്ഞെ. അതിനുവേണ്ടി നിന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. നമ്മുടെ കണ്ണ്